പുഞ്ചിരിയും നിറയെ കളിക്കോപ്പുകളുമായി വരുന്ന അച്ഛനെ കാത്തുകാത്ത മുത്തച്ഛന്റെ തോളിൽ തളർന്നു കിടക്കുന്ന ഒരു 4 വയസ്സുകാരൻ. മകൻ വരുമെന്ന പ്രതീക്ഷയിൽ കുടുംബത്തെ കരുത്തോടെ ചേർത്ത് നിർത്തുമ്പോഴും മണ്ണിനടിയിൽ കിടക്കുന്നത് എന്റെ ചോരയെന്ന് വിരുമ്പിപ്പോകുന്ന ഒരമ്മ. പ്രതീക്ഷയുടെ തുരുത്തുകൾ ഇപ്പോഴും നിഴലിക്കുന്ന കണ്ണുകൾ അനന്തതയിലേക്ക് നീട്ടി കാത്തിരിക്കുന്ന ഒരച്ഛൻ. പ്രാണന്റെ പാതിയായവൻ എവിടെയെന്നറിയാത്ത ശൂന്യതയിൽ നെഞ്ചിലൊരു കനപ്പെട്ട വിങ്ങലിനപ്പുറം എന്ത് വികാരമായിരിക്കും ആ പെൺകുട്ടിയുടെ മനസ്സിലുണ്ടാകുക? 3 ദിവസം കൊണ്ട് കണ്ടുപരിചയിച്ച ഒരൊറ്റ ചിത്രത്തിനപ്പുറം ഒരു ഹൃദയബന്ധവുമില്ലാതിരുന്നിട്ടും അർജുൻ നമ്മുടെയൊക്കെ മനസ്സിനെ ഇത്രയും മുറിവേൽപ്പിക്കുന്നുണ്ടെങ്കിൽ 6 രാപ്പകലുകളെ പ്രതീക്ഷയുടെ, ഇച്ഛാഭംഗത്തിന്റെ, അനിശ്ചിതത്വത്തിന്റെ ഇരുട്ടും പേര് തള്ളി നീക്കിയ ആ കുടുംബത്തെ ഏത് വാക്കു പറഞ്ഞ് ആശ്വസിപ്പിക്കും? മാനുഷിക ബന്ധങ്ങളുടെ ആഴം സ്നേഹത്തിന്റെ നൂലിൽ കോർത്ത് കാത്തിരിക്കുന്ന ആ മനുഷ്യർക്ക് നിർത്താതെ പെയ്യുന്ന മഴയോ കുന്നുകൂടിയ മൺകൂന സൃഷ്ടിക്കുന്ന തടസ്സമോ ഒന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. 6 പകലിനും 6 രാത്രിക്കും ശേഷവും മണ്ണിനടിയിൽ കിടക്കുന്ന അർജുനും ഉറപ്പായ ഒരു കണക്ക് പോലും ഇല്ലാത്ത മറ്റു മനുഷ്യരെയും കണ്ടെത്താൻ കർണാടക എന്ന സംസ്ഥാനത്തെ ഒരു സംവിധാനത്തിനുമാകുന്നില്ലെങ്കിൽ അതാരുടെ പിടിപ്പുകേടാണ്? അർജുൻ എന്നൊരു മലയാളി ആ കൂട്ടത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ ആ മണ്ണിനോട് ചേർന്ന വിസ്മൃതിയിൽ ആണ്ടുപോകുമായിരുന്ന മനുഷ്യർക്കു കൂടി വേണ്ടിയാണ് സിദ്ധരാമയ്യ സർക്കാർ കന്നഡ സംവരണം കൊണ്ടുവരാൻ ശ്രമിച്ചതെന്ന് ഓർക്കണം. അർജുനും ഒപ്പം ഊരും പേരും അറിയാതെ ആ മണ്ണിനടിയിൽ കിടന്ന ഒരിറ്റ ശ്വാസത്തിനു വേണ്ടി പിടയ്ക്കുന്ന മനുഷ്യരും 3 ദിവസം അനങ്ങാതിരുന്ന സർക്കാർ സംവിധാനങ്ങളുടെ അനാസ്ഥയുടെ ഇരകളാണ്. ഒരു ന്യായീകരണം കൊണ്ട് മൊഴിഞ്ഞു മാറാനാകാത്ത പിടിപ്പുകേടിന്റെ ഇരകൾ. ഇന്ന് ഈ വിഷയത്തിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ: റെജി ലൂക്കോസ്, ഇടത് സഹയാത്രികൻ; ഡോക്ടർ ജിൻഡോ ജോൺ, കോൺഗ്രസ് നേതാവ്; ഹേമന്ത് രാജ്, ലഫ്റ്റനന്റ് കേണൽ; കിഷോർ കുമാർ കെ, പ്രദേശവാസി എന്നിവരാണ്. ആദ്യം ശ്രീ കിഷോർ കുമാറിലേക്ക് പോവുകയാണ്. അദ്ദേഹം അർജുന്റെ അയൽവാസിയും ആ സമീപത്തെ ഒരു താമസവാസിയും ഒക്കെയാണ്. ശ്രീ കിഷോർ, അർജുനെ കണ്ടെത്താനായി ഇന്ന് ആ നാട്ടിലെ ജനങ്ങൾ തെരുവിലിറങ്ങേണ്ടി വരുന്ന ഒരു കാഴ്ചയ്ക്ക് കോഴിക്കോട് സാക്ഷിയാകുകയാണ്. പക്ഷേ സിദ്ധരാമയ്യ എന്ന കർണാടകത്തിന്റെ മുഖ്യമന്ത്രി പറയുന്നത് ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല, എല്ലാ സംവിധാനങ്ങളെയും ഏകോപിപ്പിച്ച് മുന്നോട്ട് പോകാനായി ആദ്യഘട്ടം മുതൽ എന്നുള്ളതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് എന്നിട്ടും നിങ്ങൾക്കിങ്ങനെ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുന്നത്? ആ വാക്കുകളെ നിങ്ങൾ എത്രമാത്രം വിശ്വാസത്തിലെടുക്കുന്നുണ്ട്? ആ വാക്കിനെ തീരെ വിശ്വാസത്തിലെടുക്കാൻ വേണ്ടി സാധ്യമാവുന്നതല്ല. 16-ാം തീയതിയാണ് അർജുനെ കാണാതെയാവുന്നത്. 17-ാം തീയതി രാവിലെ തന്നെ അവിടെ പോലീസ് സ്റ്റേഷനിൽ പരാതി അർജുൻ്റെ ബന്ധുക്കളും അതേപോലെ വാഹന ഉടമയും ചേർന്ന് നൽകുകയുണ്ടായി. അതിനുശേഷം യാതൊരു അനക്കവും ഇതുമായി ബന്ധപ്പെട്ടുണ്ടായില്ല. 19-ാം തീയതിയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ആരംഭമെന്ന് പറഞ്ഞാൽ 2 മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മണ്ണ് നീക്കി ആ നാഷണൽ ഹൈവേ റോഡ് തുറക്കുന്ന സമീപനമാണ് ഗവൺമെൻറ് ഭാഗത്ത് ഉണ്ടായത്. പകരം ആ ജീവൻ രക്ഷപ്പെടുത്താനോ അതിനകത്ത് ഉൾപ്പെട്ട ആളുകളെ സംരക്ഷിക്കാൻ ആവശ്യമായുള്ള യാതൊരു നിലപാടും ആ ഗവൺമെൻറ് സ്വീകരിച്ചില്ല. 19-ന് ശേഷവും അവിടെ ഉണ്ടാകുന്ന വളരെ കൃത്യമായി ഏത് ഭാഗത്ത് വെച്ചാണ് വാഹനം നഷ്ടപ്പെട്ടിട്ടുള്ളതെല്ലാം കൃത്യമായി ആ വാഹന ഉടമ വ്യക്തമാക്കിയിട്ടും അത് ശ്രദ്ധിക്കാനോ അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു സമീപനം അതിൻ്റെ ഭാഗമായി സ്വീകരിക്കാനോ സാധ്യമായില്ല എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധ്യമാകും. അപ്പോൾ അതുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു, അല്ലെങ്കിൽ അവർ സജീവമായി ഇടപെട്ടു രക്ഷപ്പെടുത്താൻ പറയുന്നതിൽ യാതൊരു വസ്തുതയുമില്ല. ഇത് തന്നെ നമ്മുടെ കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലിന് ശേഷം കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം തന്നെ ഒരു വലിയ വിഷയമാക്കി ഇത് ഉയർത്തിക്കൊണ്ടുവന്ന ശേഷം മാത്രമാണ് ഈ പ്രവർത്തനങ്ങളിലേക്ക് ഗവൺമെൻറ് ശ്രദ്ധ വരുന്നതെന്ന് മാത്രമല്ല, നമുക്കറിയാം അതിൻ്റെ സന്നദ്ധ പ്രവർത്തനത്തിന് വന്നിട്ടുള്ള രഞ്ജിത്തിനെ ഉൾപ്പെടെ അവിടേക്ക് പ്രവേശിപ്പിക്കാതിരിക്കാനാണ് ശ്രമിച്ചത് കാണാൻ വേണ്ടി കഴിയും. അർജുൻ്റെ വാഹനത്തിൻ്റെ ഉടമ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാഹനം കണ്ടെത്തി തരണമെന്നല്ല, പകരം തൻ്റെ വാഹനത്തിനകത്ത് കുടുങ്ങിയിട്ടുള്ള അർജുൻ്റെ ജീവൻ രക്ഷപ്പെടുത്തണമെന്നാണ് പറയുന്നത്. ആ പറയുന്ന മനുഷ്യൻ്റെ വൈകാരികമായിട്ടുള്ള അവസ്ഥ നമുക്കറിയാം. ആ അവസ്ഥയെ പോലും മാനിക്കാതെ അദ്ദേഹത്തെ മർദ്ദിക്കുന്ന സമീപനമാണ് അവിടുത്തെ പോലീസ് സ്വീകരിച്ചെന്ന് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ അതുകൊണ്ട് കൃത്യമായിട്ട് ഇടപെട്ടു എന്ന് പറഞ്ഞാൽ അത് വസ്തുതാവിരുദ്ധമാണ്. ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രി അവിടെ സിദ്ധരാമയ്യക്ക് കത്തെഴുതുന്നു. അതിനുശേഷം നമ്മുടെ ചീഫ് സെക്രട്ടറിയെ അവിടെ അവരുമായി ബന്ധപ്പെടാൻ ചുമതലപ്പെടുത്തുന്നു മാത്രമല്ല അവിടുത്തെ ചീഫ് സെക്രട്ടറിയെ ബന്ധപ്പെടുന്നു, പോലീസ് ഉദ്യോഗസ്ഥരായിട്ട് ബന്ധപ്പെടുന്നു, അവിടുത്തെ ഉത്തരമേഖല കമ്മീഷണറായിട്ട് ബന്ധപ്പെടുന്നു. അവരുമായി എല്ലാം തന്നെ ബന്ധപ്പെടുന്നു. നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി അവിടുത്തെ ഗതാഗത വകുപ്പ് മന്ത്രിയെ കാണുന്നു, അവരുമായി സംസാരിക്കുന്നു.
അങ്ങനെ എല്ലാവരും എല്ലാ തലത്തിലും ഇടപെടുന്നു. കാസർഗോഡ് ജില്ലാ കലക്ടറെ എല്ലാം തന്നെ ഇടപെടാൻ വേണ്ടി ഏർപ്പാടാക്കുന്നു. കോഴിക്കോട് ജില്ലാ കലക്ടർക്ക് ഏകോപനത്തിന് ചുമതല കൊടുക്കുന്നു. അത്തരമൊരു സമീപനം നമ്മുടെ കേരളത്തിൽ സംഭവിക്കാത്തൊരു വിഷയത്തിനകത്ത് കേരളത്തിനകത്ത് ഗവൺമെൻറ് എടുത്തിട്ടുള്ള സമീപനം പോലും അവർ നടത്തിയില്ല എന്ന് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഏറെ ആത്മവിശ്വാസമുണ്ട്. തുടക്കത്തിൽ അവർ നല്ല പ്രവർത്തനം നടത്തുമെന്നെല്ലാം പറഞ്ഞെങ്കിലും അർജുനെ നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചു കിട്ടാൻ വേണ്ടി സാധ്യമാകും. ഒരുപാട് സംവിധാനങ്ങളുണ്ടല്ലോ, നമ്മുടെ മുന്നിൽ അനുഭവമുണ്ട് കേരളത്തിനകത്ത്. നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന ദുരന്തങ്ങളെല്ലാം തന്നെ ഉണ്ടാകുമ്പോൾ ആദ്യം രംഗത്ത് പറയുക നമ്മുടെ നാട്ടിലെ നാട്ടുകാരാണ്. അതിനുശേഷമാണ് രക്ഷാദൗത്യവുമായി ഉണ്ടാകുന്ന ആളുകളെല്ലാം വരിക. എല്ലാവരും ചേർന്നുകൊണ്ടാണ് ഒരുപാട് അനുഭവം, ഞാനെല്ലാം വിശദീകരിക്കുന്നില്ല, നമ്മുടെ മുന്നിലുണ്ട്. കേരളത്തിലെ ജനങ്ങളെല്ലാം തന്നെ ഒറ്റക്കെട്ടായി കൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താറുള്ളത്. ഗവൺമെൻറ് കൂടെ നിൽക്കും. സിദ്ധരാമയ്യ അവിടെ പോയോ എന്നുള്ളതല്ല വിഷയം. ഇന്നാണ് അദ്ദേഹം അവിടെ എത്തിച്ചേരുന്നത്. എത്ര ദിവസമായി, എത്ര മണിക്കൂറുകൾ കഴിഞ്ഞു? 130 മണിക്കൂർ കഴിഞ്ഞില്ലേ? അദ്ദേഹം അവിടെ പോയതുകൊണ്ട് കാര്യമുണ്ടായോ? അദ്ദേഹം പോയത് തെറ്റ് നടത്തത്തിലല്ല പറയുന്നത്. അദ്ദേഹം പോയത് കൊണ്ട് അതിനെ ഏകോപിപ്പിക്കാൻ വേണ്ടി പറ്റുമോ? അവിടെ തന്നെ നിന്നുകൊണ്ട് തന്നെ ഒരു ഭരണാധികാരി എന്നുള്ള നിലക്ക് അവിടെയുള്ള എല്ലാ സംവിധാനങ്ങളെയും ഏകോപിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധ്യമാകും. അവിടുത്തെ ജില്ലാ ഭരണകൂടത്തിൻ്റെ നിലപാട് എന്തായിരുന്നു? യാതൊരു അർത്ഥത്തിലും മനുഷ്യജീവനെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സമീപനം അവിടെ നിന്നുണ്ടായിട്ടില്ല. മെനയാന്ന് വരെ ആശ്വാസത്തോടു കൂടെ നോക്കിക്കണ്ടിരുന്ന ഈ ആളുകൾ, ആ കുടുംബം പോലും ഇന്ന് ആശങ്കയിലാണ്. വിശ്വാസത്തിലെടുക്കാൻ അവർക്ക് സാധ്യമാകില്ല. അതുകൊണ്ടാണല്ലോ അവസാനം കരസേന വേണമെന്ന് നിർബന്ധം പിടിച്ചത്. കരസേന വന്നിട്ടുണ്ട്. എന്തിപ്പോൾ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയുണ്ട്. നോക്കുക, നിങ്ങൾ ഓരോ മണിക്കൂറും നഷ്ടപ്പെടുത്തുകയല്ലേ. വൈകുന്നേരമാകും, രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്ത് അവസാനിപ്പിക്കുകയല്ലേ. പിറ്റേന്ന് രാവിലേക്ക് വെക്കല്ലേ. എത്ര മണിക്കൂറുകളാണ് നഷ്ടപ്പെട്ടത്? അപ്പോൾ അതുകൊണ്ട് കൃത്യമായി ഇടപെട്ടു എന്ന് പറയുന്നതിന് യാതൊരു വസ്തുതയുമില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതാണ് ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് അർജുനുമായി ചേർന്ന് നിൽക്കുന്ന ആളുകൾക്ക് ഈ ഘട്ടത്തിലുള്ള ആശങ്കയും. ഞാൻ അങ്ങയിലേക്ക് മടങ്ങി വരാം, ദയവായി തുടരുക. ഈ സമയം ഇപ്പോൾ ഇന്നത്തെ തെരച്ചിലുമായി ബന്ധപ്പെട്ട് ഇന്ന് തെരച്ചിൽ ഇപ്പോൾ ഏറെക്കുറെ അവസാനിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ശിരൂരിൽ സംഭവിക്കുന്നത് എന്നുള്ള തത്സമയ വിവരങ്ങൾ കൂടി പരിശോധിച്ചു പോകുകയാണ് ശ്രീ സിജു കണ്ണൻ, ഞങ്ങളുടെ പ്രതിനിധി ഇപ്പോൾ ശിരൂരിൽ നിന്നും ചേരുകയാണ്. സിജു, ഇന്നിപ്പോൾ അവിടുത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചിരിക്കുന്നു. 7:30 കൂടി അവസാനിപ്പിക്കുമെന്ന് ആദ്യം പറഞ്ഞെങ്കിലും അതിനു മുൻപേ അവസാനിപ്പിക്കുന്ന സാഹചര്യമാണ് ഇന്നുണ്ടായത്. എങ്ങനെയായിരുന്നു സിജു ഇന്നത്തെ തെരച്ചിലുമായി ബന്ധപ്പെട്ട ഏറെക്കുറെ പൂർണ്ണമായ ഒരു ചിത്രം അതൊന്ന് പങ്കുവയ്ക്കാമോ ആദ്യം? അസിന, വൈകുന്നേരം 7 മണിയോടുകൂടിയാണ് ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചത്. ഇന്ന് രാവിലെ 7 മണിക്ക് ആണ് തിരച്ചിൽ ആരംഭിച്ചത്. തിരച്ചിൽ ആരംഭിച്ച ആ നിമിഷത്തിൽ തന്നെ തിരച്ചിലുമായി ബന്ധപ്പെട്ട് അലംഭാവം കാണിക്കുന്നു എന്ന തരത്തിലുള്ള ഒരു വിമർശനവുമായി അർജുന്റെ സഹോദരിയുടെ ഭർത്താവ് ജിതിൻ രംഗത്ത് വന്നിരുന്നു. രാവിലെ 9 മണിയോടുകൂടിയാണ് നമുക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ കഴിഞ്ഞത്. ആ സമയത്ത് തന്നെ രാവിലെ ഇദ്ദേഹം വരുമ്പോൾ ഒരു മണ്ണുമാന്തിയന്ത്രം ഉപയോഗിച്ചാണ് തിരച്ചിൽ നടത്തിയതെന്ന വലിയ വിമർശനം ഉന്നയിച്ചു. ഇനി സഹിക്കാൻ വയ്യ എന്നൊരു വാക്കാണ് ജിതിൻ പറഞ്ഞത്. കുടുംബവും നാട്ടുകാരും എല്ലാം തന്നെ ഏറെ സഹിച്ചു. ഇനി സഹിക്കാൻ വയ്യ, നിസ്സംഗഭാവമാണ് ഇവർ കാണിക്കുന്നത് എന്ന ശക്തമായ വിമർശനമാണ് ഉന്നയിച്ചത്. ഇന്ന് 6ാം ദിവസവും തിരച്ചിലിൽ വലിയ അലംഭാവം കാണിച്ചു എന്ന വിമർശനമാണ് വരുന്നത്. ഉച്ചയ്ക്ക് ശേഷമാണ് സൈന്യത്തിന്റെ സേവനമെത്തിയത്. ഇന്നലെ കർണാടക സർക്കാർ ഔദ്യോഗികമായി സൈന്യത്തെ അറിയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞെങ്കിലും ഉച്ചയ്ക്ക് ശേഷമാണ് സൈന്യത്തിന്റെ സേവനം ലഭ്യമാക്കിയത്. ഇന്നത്തെ തിരച്ചിലുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ പറയേണ്ടതുണ്ട്. ഇന്ന് വൈകുന്നേരമാണ് അക്കാര്യങ്ങൾ പുറത്തു വന്നത്. വൈകുന്നേരം കർണാടക റവന്യൂ മന്ത്രി ഒരു കാര്യം വെളിപ്പെടുത്തി. ഈ മണ്ണ് ഇടിച്ചിലുണ്ടായ സ്ഥലത്ത് പരിശോധന നടത്തുമ്പോൾ അവിടെ ട്രക്കില്ല എന്നാണ് ബോധ്യപ്പെടുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 90% മണ്ണ് നീക്കിക്കഴിഞ്ഞു എന്ന് പറയുന്നു. ഇനി അവിടെ തിരച്ചിൽ നടത്തിയിട്ട് കാര്യമില്ല. ഇനി ആ ഭാഗം മലയുടെ ഭാഗമാണ്, കുന്നിൻ്റെയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗമാണ്. ആ ഭാഗത്ത് മണ്ണ് നീക്കം ചെയ്താൽ അപകട സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. പിന്നീട് പുഴയിലേക്ക് തിരച്ചിൽ നടത്തേണ്ട ഒരു സാധ്യതയെക്കുറിച്ചാണ് പറയുന്നത്. എന്തായാലും സൈന്യവുമായി ആലോചിച്ച് ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നാണ് അറിയിച്ചത്. പുഴയിലേക്ക് ഈ വാഹനം എത്തിയിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള പരിശോധന നടത്തേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞുവെങ്കിലും ഈ പുഴയിൽ വലിയ ബുദ്ധിമുട്ടാണ് തിരച്ചിൽ നടത്താൻ എന്നാണ് പറയുന്നത്. ഗംഗാവാലി പുഴയിൽ പുഴയുടെ നടുവിൽ ഒരു തുരുത്ത് പോലെ തന്നെ മണ്ണും കല്ലും അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ഈ ഭാഗങ്ങളിൽ പരിശോധന നടത്താനുള്ള ഒരു സാധ്യതയെക്കുറിച്ചാണ് കർണാടക റവന്യൂ മന്ത്രി പറയുന്നത്. അദ്ദേഹം പറയുന്നത് പോലെ തന്നെ നേരത്തെ തന്നെ ഈ ഭാഗത്ത് പരിശോധന നടത്തിയിരുന്നു. പക്ഷേ അർജുന്റെ ട്രക്ക് ഈ പുഴ
പുഴയിൽ എവിടെയും ഇല്ല എന്ന് നാവികസേന ഉറപ്പുവരുത്തിയതാണ്. നാവികസേനയുമായി ബന്ധപ്പെട്ട വീണ്ടും തിരച്ചിൽ നടത്തുന്ന കാര്യം പരിഗണിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതേസമയം തന്നെ കേരളത്തിൽ നിന്ന് പോയ രഞ്ജിത്ത് ഇസ്രായേലി ഉൾപ്പെടെയുള്ള ആളുകളുമായി നമ്മൾ അല്പസമയം മുമ്പ് സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് ഇപ്പോഴും ഈ മണ്ണിനടിയിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, മണ്ണ് ഇനിയും നീക്കം ചെയ്യാനുണ്ട് എന്നാണ്. റോഡിന് കൃത്യം എന്ന നിലയിലാണ് ഇപ്പോൾ മണ്ണ് നീക്കം ചെയ്തിട്ടുള്ളത്. അതാണ് റോഡിനകത്ത് ട്രക്കില്ല എന്ന ഒരു വാദം ഉന്നയിക്കുന്നത്. എന്നാൽ ഈ ഭാഗത്തൊരു വളവുണ്ടായിരുന്നു, ആ വളവിൽ 2-3 വാഹനങ്ങൾ നിർത്തിയിടാൻ സൗകര്യമുണ്ടായിരുന്നു എന്ന തരത്തിലാണ് രഞ്ജിത്തും അതോടൊപ്പം തന്നെ ആ ഭാഗത്ത് പ്രദേശവാസികളുമായി നമ്മൾ സംസാരിക്കുമ്പോഴും മനസ്സിലാകുന്നത്. രഞ്ജിത്ത് പറയുന്നത് അവർ പറയുന്നത് കാര്യമാക്കുന്നില്ല, തിരച്ചിൽ നമ്മൾ തുടരുമെന്നാണ്. സൈനിക ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി തോന്നുന്നത്. ഇന്നിപ്പോൾ അവിടെ വന്നവരൊക്കെയും ഏകദേശം 90% മണ്ണ് മാറ്റിയെന്ന് പറയുമ്പോഴും അത് റോഡിലെ കാര്യമാണ് പറയുന്നത്. പക്ഷേ റോഡിന്റെ സൈഡിൽ ഈ ചായക്കടയോട് ചേർന്ന് വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അർജുന്റെ ലോറി അവിടെ നിർത്തിയിട്ടിരുന്നത് കണ്ടവരുണ്ട്. അവിടുത്തെ മണ്ണ് മാറ്റിയിട്ടുണ്ടോ? അതാണല്ലോ ഏറ്റവും പ്രധാനം. അവിടെ ആ മണ്ണിനടിയിൽ അർജുന്റെ ലോറി ഉണ്ട് എന്നാണല്ലോ ഇപ്പോഴും എല്ലാവരും വിശ്വസിക്കുന്നത്. ആ മണ്ണ് മാറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിലെന്താണ് സിജു അധികൃതരുടെ നിലപാട്? അസിത, ഈ ഗംഗാവാലി പുഴയുടെ ഓരത്ത് ചേർന്നാണ് ഈ ചായക്കട ഉണ്ടായിരുന്നത്. അതിന്റെ നേരെ എതിർവശത്ത് ഈ ഇടിഞ്ഞുപോയ കുന്നിന്റെ ഭാഗത്തായി ഒരു വളവുണ്ട്. ആ കുന്നിനോട് ചേർന്നുള്ള വളവിനടുത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് പ്രദേശവാസികൾ ഇപ്പോൾ വൈകുന്നേരം നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറയുന്നത്. അങ്ങനെയെങ്കിൽ അവിടെ തന്നെയാണ് വാഹനം പാർക്ക് ചെയ്തിട്ടുള്ളത് എന്നും അർജുന്റെ സഹപ്രവർത്തകർ നേരത്തെ അതുവഴി കടന്നുപോയവരും പറയുന്നുണ്ട്. ഇപ്പോൾ അധികൃതർ പറയുന്നത് റോഡിലെ മണ്ണ് മാറ്റിയ കാര്യമാണ്. റോഡിലെ 90% മണ്ണും നീക്കം ചെയ്തു. 2-3 മണിക്കൂറിനകം കൂടുതൽ വ്യക്തതയോടെ കാര്യങ്ങൾ പറയാമെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ റോഡിലെ മണ്ണ് മാറ്റിയിട്ടുണ്ട്. വസ്തുത കൃത്യമായ ഒരു വസ്തുതയാണ്. ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രദേശവാസികൾ പറയുന്ന ഒരു അകത്തോട്ട് കയറിയുള്ള ഒരു വളവിൽ വാഹനം പാർക്ക് ചെയ്യാനുള്ള ഒരു സ്ഥലമുണ്ടായിരുന്നു എന്നാണ്. ആ ഭാഗത്തെ മണ്ണ് ഇപ്പോഴും നീക്കം ചെയ്തിട്ടില്ല. ആ ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമെന്നാണ് രഞ്ജിത്ത്, കേരളത്തിൽ നിന്ന് പോയ ദൗത്യ സംഘത്തിന്റെ ഭാഗമായുള്ള രഞ്ജിത്ത് പറയുന്നത്. അതോടൊപ്പം തന്നെ ആ സൈനിക കമാൻഡറും ഇന്ന് പരിശോധനയ്ക്കായി വന്ന 40-അംഗ സൈനിക സംഘത്തിന്റെ കമാൻഡറും പറയുന്നത് പരിശോധന കൃത്യമായി പൂർത്തിയാക്കും, അതിനുശേഷം മാത്രമേ ഇവിടുന്ന് സൈന്യം മടങ്ങൂ എന്നാണ്. എന്തായാലും നാളെ അവിടെ മണ്ണ് നീക്കം ചെയ്യാൻ തന്നെയാണ് തീരുമാനമെന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ചർച്ചയുടെ അല്പസമയം കൂടി സിജു കണ്ണൻ ദയവായി തുടരണം. മറ്റു ചില വിവരങ്ങൾ കൂടി ചർച്ച പുരോഗമിക്കുന്ന മുറയ്ക്ക് ഞാൻ സിജുവിലേക്ക് മടങ്ങി വരാം. ശ്രീ റെജി ലൂക്കോസ്, ഇവിടെ ഇപ്പോൾ ഇന്നത്തെ തെരച്ചിലുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനമായ ഒരു വിവരമാണ് സിജു കണ്ണൻ പങ്കുവയ്ക്കുന്നത്. അതായത് റോഡിലെ മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഈ റോഡിലെ മണ്ണ് നീക്കം ചെയ്യുക എന്നുള്ളതിനായിരുന്നു അധികൃതർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. പക്ഷേ ഇപ്പോഴും ഈ റോഡിനോട് ചേർന്ന് ഈ വണ്ടികൾ നിർത്തിയിടുന്ന ഒരു സ്ഥലമുണ്ട് എന്ന് നിരന്തരം ഇവർ ആവർത്തിച്ചു പറയുന്നുണ്ട്. പക്ഷേ അവിടുത്തെ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രക്രിയയിലേക്ക് കടന്നിട്ടില്ല എന്നുള്ളതാണ്. ഇന്നിപ്പോൾ നോക്കൂ, 7 മണിയായപ്പോൾ തിരച്ചിൽ പൂർത്തീകരിച്ചിട്ടുമുണ്ട്. ഈ നിലയിലാണ് തുടരുന്നതെങ്കിൽ ഇനിയും എത്ര മണിക്കൂർ, എത്ര ദിവസം കാത്തിരിക്കേണ്ടി വരും നമ്മൾ? സ്വാഭാവികമായും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അത് എത്രമാത്രം പ്രായോഗികമാണ്? ഒരു കിരാത ഭരണകൂടം പോലും ചെയ്യാത്ത രീതിയിലുള്ള നിരുത്തരവാദപരമായിട്ടുള്ള മനുഷ്യത്വരഹിതമായിട്ടുള്ള പ്രവൃത്തിയാണ് കർണാടക സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുള്ളവരും ഈ സംഭവം വീക്ഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും ബോധ്യമാവും. ഇന്ന് കർണാടക റവന്യൂ മന്ത്രി പറഞ്ഞത് എന്താ? അദ്ദേഹം പറഞ്ഞത് 95% മണ്ണും മാറ്റി കഴിഞ്ഞു, ഇനി മണ്ണ് അവിടുന്ന് എടുക്കേണ്ട കാര്യമില്ല, 90% മണ്ണ് മാറ്റി കഴിഞ്ഞു, അതുകൊണ്ട് ദൗത്യം ഇനി പുഴയിലേക്ക് മാറ്റാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തൊരു പച്ചക്കള്ളവ! 2 കാര്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഒന്ന്, ഇന്ത്യയിലെ തന്നെ ഇപ്പം ജാർഖണ്ഡിലാണെങ്കിലും കവളപ്പാറയിലാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ 2018 പ്രളയത്തിലായാലും സുസ്ഥിരമായ രീതിയിൽ സേവനം ചെയ്ത രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞത് അടിവരയിടുന്ന ഒരു തെളിവ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സുഭാഷ് എന്ന് പറയുന്ന ഒരു ലോറി ഡ്രൈവർ ഈ സംഭവത്തിൽ ദൃക്സാക്ഷിയാണ്. അല്ല, ലോറി ഡ്രൈവറിലും ലോറിയിലെ ജീവനക്കാരൻ, അദ്ദേഹത്തിന്റെ ഡ്രൈവറും ഈ മണ്ണിടിച്ചിലുണ്ടായതിന്റെ ദൃക്സാക്ഷിയാണ്. അദ്ദേഹം പറയുന്നത് അവിടെ നിന്നപ്പോൾ കണ്ടത് ഈ മണ്ണിടിക്കുന്നു, വെള്ളം കയറുന്നു, അവരുടെ ലോറി മാറ്റിയിട്ട് മറ്റൊരു ടാങ്കർ രക്ഷപ്പെടുത്തി. കാണുമ്പോൾ ഒരു ടാങ്കർ ലോറിയുടെ എഞ്ചിൻ ക്യാബിനൊഴിച്ചുള്ള ടാങ്കർ ഈ ഗംഗാവാലി നദിയിലേക്ക് വീഴുകയും അവിടെ വെള്ളം ഉയരുകയും ചെയ്തു. എന്നാൽ ഈ അർജുൻ ഓടിച്ചിരുന്ന വാഹനം നേരെ താഴെയാണ്, ഈ മണ്ണിടിയുന്നതിന് നേരെ താഴെയാണ് കിടന്നത്. ഒലിച്ചു പോയത് ഏതാണ്ട് 10ഓളം ആളുകൾ അവിടെ ഭക്ഷണം കഴിക്കാനിരിക്കുന്നവരും ആ കുടുംബത്തിന്റെ മാതാപിതാക്കളും 2 കുട്ടികളുമാണ് ആ കെട്ടിടത്തോട് ചെറിയ ഷെഡിനോട് ഒലിച്ചു പോയിരിക്കുന്നത്. ഒരു കാരണവശാലും ഈ ലോറി
അവിടെ വീണിട്ടില്ല എന്നുള്ളൊരു ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആ സുഭാഷ് എന്ന് പറയുന്ന മലയാളി, അയാൾ ഒരു ലോറി ജീവനക്കാരനാണ്. അപ്പൊ അതിൽ നിന്ന് എന്താ വ്യക്തമാക്കുന്നത്? രഞ്ജിത്ത് പറഞ്ഞ വളരെ കൃത്യമാണ്. തന്നെയുമല്ല 30ഓളം ടൺ തടിയും 16 ടൺ ഭാരവുമുള്ള ഒരു ലോറി ആ മറിഞ്ഞ് ഈ മണ്ണിനടിയിൽ നിന്നും പുഴയിലേക്ക് ഒഴുകിയെങ്കിൽ തീർച്ചയായിട്ടും ആ തടിയെല്ലാം അവിടെ ഛിന്നഭിന്നമായി പോവുകയും ചെയ്യും. അതിലൊക്കെ ഉപരിയായിട്ട് വ്യക്തമായ ഒരു തെളിവ് നമ്മുടെ മുമ്പിലുണ്ട്. ആ മണ്ണിനടിയിൽ ആ ചെറുപ്പക്കാരൻ കുടുങ്ങിയിട്ടുണ്ടെന്നുള്ളതിലും 3 ദിവസം മൂന്നാമത്തെ ദിവസം വൈകുന്നേരം 7 മണി വരെ അദ്ദേഹത്തിന്റെ ഫോൺ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. 2-2.5 ദിവസം പൂർണ്ണമായിട്ട് ആ ലോറിയുടെ എഞ്ചിൻ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം അവരുടെ വീട്ടുകാരെ തന്നെ പറഞ്ഞു മൂന്നാമത്തെ ദിവസം ഉച്ചയ്ക്ക് 2 മണിക്ക് അദ്ദേഹത്തിന്റെ മിസ്ഡ് കോൾ ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് ഇത് പുഴയിലേക്ക് വീണത്? അപ്പൊ നിരുത്തരവാദിത്തം എങ്ങനെയെങ്കിലും ഈ രക്ഷാപ്രവർത്തനം നിർത്തി രക്ഷപ്പെട്ടു പോവുക എന്നുള്ളൊരു കുതന്ത്രമാണ്, മനുഷ്യത്വരഹിതമായ നടപടിയാണ് ആ സർക്കാരിന്റെ ഭാഗത്തുണ്ടായതിന്. ഇതിലപ്പുറം എന്തെങ്കിലും തെളിവുണ്ടോ? മിനിഞ്ഞാന്ന് ഈ പറയുന്ന ലോറിയുടെ ഉടമ, ആ നവാസ് നോമിറ്റി അദ്ദേഹത്തിന്റെ പേര്, അദ്ദേഹം ഈ രഞ്ജിത്ത് മനോഹരിയെ വിളിച്ചു വരുത്തുകയും രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ട് തന്നെ അങ്കോളയിലൂടെ വന്ന ഒരു ട്രെയിന് 1 മിനിറ്റ് അദ്ദേഹത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് അവിടെ നിർത്തി ആ രക്ഷാപ്രവർത്തകരെ അവിടെ എത്തിക്കുകയും ചെയ്തപ്പോൾ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ കളക്ടറുടെ അനുമതിയെ ധിക്കരിച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരനെ കൂടെയുള്ളവരെ അകത്തേക്ക് കടത്തിവിടാതുണ്ട് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റാണ് ചോദിച്ചത്. ആ SP എന്ന് പറയുന്ന ആള് ഇന്നലെ ഉച്ചയ്ക്ക് 3 മണിക്ക് അവിടുന്ന് പോയതിനു ശേഷമാണ് രക്ഷാദൗത്യം തന്നെ ചെറിയ രീതിയിൽ ആരംഭിച്ചത്. ഇന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കൂ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സിദ്ധരാമയ്യ എന്ന് പറയുന്ന മുഖ്യമന്ത്രി വന്ന് പോയതിനു ശേഷം ഈ അവിടുത്തെ ഉദ്യോഗസ്ഥരെല്ലാം അവിടുന്ന് പിന്മാറിയിരിക്കുന്നു. അവരുടെ വഴിക്ക് പോയി. ഈ SP എന്ന് പറയുന്ന വിദ്വാൻ ആ സംഭവ സ്ഥലത്ത് എത്തുന്നത് തന്നെ ഏതാണ്ട് ഉച്ചയോടുകൂടിയാണ്. അത് മുഖ്യമന്ത്രി വരുന്നതുകൊണ്ട് മാത്രം. അവിടെ ഇപ്പോൾ പ്രവർത്തിക്കുന്നത് നമ്മുടെ കരസേനയുടെ, നമ്മുടെ മിലിറ്ററിയുടെ 40 അംഗ സംഘവും അതിനെ നയിക്കുന്ന കമാൻഡർ മാത്രമേ അവിടെ ഉള്ളൂ. അദ്ദേഹത്തിന്റെ ഒരു ഓപ്പൺ സംസാരം ഇപ്പൊ നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അവിടെ രഞ്ജിത്ത് ഇസ്രായേൽ ഇതുവരെ ചെയ്തിരിക്കുന്ന മുഴുവൻ കൃത്യമായ രീതിയിലാണ്. അവിടെ ഇനിയും 50% മണ്ണ് എടുക്കാനുണ്ട്. ഇതുവരെയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ആ ചെറുപ്പക്കാരന്റെ നേതൃത്വം നടത്തി കറക്റ്റാണ്. ഞങ്ങൾ എന്തായാലും നാളെ ഒരു വളരെ ഹൈ ഫ്രീക്വൻസി ഉള്ള ഒരു റഡാർ കൊണ്ടുവന്ന് അവിടെ തെരയാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് കരസേനയുടെ, അതായത് നമ്മുടെ മിലിറ്ററിയുടെ കമാൻഡർ പറഞ്ഞപ്പോൾ അതുപോലും കണക്കിലെടുക്കാതെ കൊണ്ട് അവിടുന്ന് സ്ഥലം വിട്ട രക്ഷാപ്രവർത്തകരുടെ വേഷം കെട്ടിയ ഉദ്യോഗസ്ഥന്മാര്, അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള നേതാക്കന്മാര് ആകെ ആശ്വാസം പകർന്നുകൊണ്ട് നമ്മുടെ അർജുനെ എന്താ പറയുക സ്വന്തം സഹോദരനെ പോലെ കഴിഞ്ഞ 4 ദിവസമായിട്ട് പരിഗണിച്ച് മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്ത അവിടുത്തെ MLA മാത്രമേ ഉള്ളൂ. തീർച്ചയായും ശ്രീ റെജി ലൂക്കോസ്, അതാണ് ഇവിടുത്തെ പ്രശ്നവും. ഞാൻ മടങ്ങി വരാം അങ്ങയിലേക്ക്. ഇപ്പോൾ ലഫ്റ്റനന്റ് കേണൽ ശ്രീ ഹേമന്ത് രാജു കൂടി ചേരുകയാണ്. സാർ, ഇവിടെ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ മണ്ണിനടിയിൽ കിടക്കുന്ന മനുഷ്യരുടെ ജീവനാണ് ഏറ്റവും പ്രാധാന്യം. അതുകൊണ്ട് തന്നെയാണ് ചിലപ്പോഴൊക്കെയും ഈ പ്രതികരണങ്ങളൊക്കെ വൈകാരികമായി പോകുന്നത്. പക്ഷെ നോക്കൂ, ഇവിടെ ഇപ്പോൾ ഇന്നിപ്പോൾ അല്പം കൂടി ദ്രുതഗതിയിലുള്ള ഒരു രക്ഷാദൗത്യം കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് നമ്മൾ കണ്ടു. കഴിഞ്ഞു പോയതിനെ പറ്റി ആശങ്കപ്പെട്ടിട്ടോ പരിതപിച്ചിട്ടോ ഒന്നും ഇനി കാര്യമില്ല. പക്ഷേ ഇതുവരെയുള്ള രക്ഷാദൗത്യം അതൊരു ശരിയായ പാതയിലായിരുന്നില്ല എന്ന് കഴിഞ്ഞ 6 ദിവസത്തെ സാഹചര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നിപ്പോകുകയാണ്. ഇതിനപ്പുറം മറ്റെന്തായിരുന്നു അവിടെ ചെയ്യാൻ കഴിയുക? ശരിക്കും എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തില് ആദ്യം തന്നെ മണ്ണിടിഞ്ഞ് വീണതിനെ ക്ലിയർ ചെയ്യണമായിരുന്നു. അതിന്റെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറയുന്നത്, ഇപ്പം ആർമി വന്നാലും ശരി, ഞങ്ങളും ലോക്കൽ സപ്പോർട്ടിനാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾ ആശ്രയിക്കുന്നത്. പക്ഷെ അതിൽ ലീഡർഷിപ്പും അത് എങ്ങനെ കൃത്യമായിട്ട് എവിടുന്നൊക്കെ ഏതൊക്കെ രീതിയിൽ മണ്ണ് പറ്റണം, അത് കുഴിച്ചെടുക്കണം എന്നുള്ളൊക്കെ ഒരു ധാരണ, ഒരു പ്രോപ്പർ ഗൈഡ് ലൈൻ കൊടുത്തിട്ട് ആ രീതിയിൽ മുൻപോട്ട് നീങ്ങണം. പിന്നെ നമുക്ക് ഒത്തിരി എക്യുപ്മെന്റ്സ് കാര്യമുണ്ട്. ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഈ ഹൈ ഫ്രീക്വൻസി റഡാർ വെച്ച് 30 to 40 മീറ്റേഴ്സ് വരെ ഡെപ്തിൽ മെറ്റൽ ഡിറ്റക്ട് ചെയ്യാനുള്ള സാങ്കേതിക വിദ്യ ഉണ്ട്. അതൊക്കെ വെച്ച് ഇതൊക്കെ ആദ്യം ഫസ്റ്റ് ചെയ്ത് ആ ഒരു ടെക്നിക്കൽ രീതിയിൽ ഏകോപിച്ച് കൊണ്ടുവന്നിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയേനെ. സർ, അങ്ങനെ ഒരു സംവിധാനത്തിന് സ്വാഭാവികമായി മുൻകൈ എടുക്കേണ്ടത് ആ സംസ്ഥാനത്തെ സർക്കാരാണല്ലോ, അല്ലേ? അത് അങ്ങനെയാണല്ലോ അതിന്റെ നടപടിക്രമം. അത് ഇവിടെ ഉണ്ടാകാതിരുന്നതാണോ ഇതിപ്പോൾ ഇത്രമേൽ ദുർഘടമാകാൻ കാരണം? നോക്കൂ, ഇന്നിപ്പോൾ 6ാം ദിവസമാണ് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അത് ഓരോ സ്റ്റേറ്റിന്റെയും ഏത് രീതി എന്തൊരു ഇഷ്യൂ ഉണ്ടായാലും ഗവൺമെന്റ് ആണ് ആക്ഷൻ എടുക്കേണ്ടത്. അത് അവരുടെ ലീഡർഷിപ്പിൽ തന്നെയാണ് നീങ്ങേണ്ടത്. ഇതിനെ നമ്മൾ ഏതൊരു കാര്യത്തെയും അപ്രോച്ച് ചെയ്യേണ്ടത് അതിന്റെ പ്രോപ്പർ ടെക്നിക്കൽ ആസ്പെക്ട്സിലൂടെയാണ്. നമ്മുടെ രാജ്യത്ത് ഒത്തിരി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, ഇപ്പം ISROയെ സംബന്ധിച്ചാണെങ്കിലും ഒത്തിരി അഡ്വാൻസ്മെന്റ് ഒക്കെ വന്നിട്ടുണ്ട്.
അതൊക്കെ വെച്ച് ഇപ്പം ഞങ്ങളാണെങ്കിലും ഇപ്പം കേരളത്തിലൊക്കെ ഒത്തിരി സ്ഥലത്ത് പല രീതിയിലും ഞാൻ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ ആ ഒരു സഹകരണമാണ്. ഒന്നും നോക്കാതെ ഞങ്ങളുടെ കൂടെ എടുത്ത് ചാടുന്ന കുറെ മനുഷ്യരുണ്ട്, ഒന്നും ആലോചിക്കാണ്ട്, സ്വന്തം സേഫ്റ്റി പോലും. അവിടെയാണ് ശരിക്കും ആ ഡിഫറൻസ് ഉണ്ടാവുന്നത്. എനിക്കിപ്പം എന്റെ മനസ്സിൽ വരുന്നത്, നമ്മുടെ പാലക്കാട് ബാബുവിനെ രക്ഷപ്പെടുത്താൻ ഞാൻ പോയപ്പം എന്റെ കൂടെ എന്റെ ടീമിലാകെ 7 പേരേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ആ നാട്ടുകാരും ആ നാട്ടില് സ്വന്തം വോളണ്ടിയേഴ്സ് ആയിട്ട്. അതിൽ നമ്മുടെ കരിമ്പ ഷമീർ, അദ്ദേഹം ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. നിരവധി സ്ഥലങ്ങളിൽ ഒന്നും ആരും ആവശ്യപ്പെടാതെയും വന്ന് എന്ത് സഹായവും ചെയ്തു തരുന്ന, സ്വന്തം ജീവൻ പോലും എടുത്ത് മാറ്റി നിർത്തിയിട്ട് വരുന്ന കുറച്ച് ആളുകളും അതിന്റെ കൂടെ കുറച്ച് നാട്ടുകാരും ബാക്കി കുറെ സംവിധാനങ്ങളും, അതൊരു വലിയൊരു ഫാക്ടർ തന്നെയാണ്. അതിന് ശരിക്കും ഒരു മനസ്സുണ്ടാവണം. അവിടെയാണ് എല്ലാ ഡിഫറൻസും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. ദൗർഭാഗ്യവശാൽ ഇവിടെ അതൊന്നും കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നവും, അല്ലേ? നോക്കൂ, ഇവിടെ ഇപ്പോൾ 6000 ടൺ മണ്ണാണ് ഈ റോഡിലേക്ക് ഇടിഞ്ഞു വീണത് എന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നത്. ഇന്നലെ വരെ അവിടെ ഉണ്ടായിരുന്നത് 5 JCB മാത്രമാണ്. ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ ഒരു പദ്ധതി, ഒരു പ്ലാൻ, ഇതൊക്കെ തീരുമാനിക്കേണ്ടത് അതാത് സർക്കാരുകളാണ്, സംവിധാനങ്ങളാണ് എന്നൊക്കെ നമുക്ക് ആശ്വസിക്കാമെങ്കിൽ പോലും 6000 ടൺ മണ്ണ് നീക്കം ചെയ്യാൻ കേവലം 4-5 JCB മാത്രം ആ സ്ഥലത്ത് കൊണ്ടിടുക എന്ന് പറയുന്നതിലെ ഒരു യുക്തിരാഹിത്യമില്ലേ സാർ? അത് പുറത്തുനിന്ന് നോക്കുന്ന നമുക്ക് പോലും മനസ്സിലാകുന്നില്ലേ? പിന്നെ എന്തുകൊണ്ടായിരിക്കാം ഇതിന് നേതൃത്വം നൽകേണ്ട ഒരു സംവിധാനത്തിന് ഇത് മനസ്സിലാകാതെ പോകുന്നത്? അതോ അവിടെ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളതാണോ? അതിനെക്കുറിച്ച് നേരിട്ട് എനിക്ക് കമന്റ്സ് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും, അത് എത്ര ചെറിയ ടാസ്ക് ആയാലും എത്ര വലിയ ടാസ്ക് ആയാലും, ദ ലീഡർഷിപ്പ് ആക്ച്വലി മാറ്റേഴ്സ്. അവിടെ 2 ടൈപ്പ് ലീഡേഴ്സ് ഉണ്ട്. ഒന്ന് ആ ഗ്രൗണ്ടിൽ നിന്ന് അതിന്റെ നേതൃത്വം കൊടുക്കേണ്ട ഒരു ലീഡറും, പിന്നെ ബാക്കി വെളിയിൽ നിന്നും അതിനെ ഗൈഡ് ചെയ്യേണ്ടതും ബാക്കിയുള്ള സപ്പോർട്ട് കൊടുക്കേണ്ട ഒരു ലീഡറും. അപ്പൊ 2 ടൈപ്പിൽ നിങ്ങൾക്ക് ഈ കേസിൽ ആലോചിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും എവിടെയാണ് എന്താണ് സംഭവിക്കുന്നത്. പക്ഷെ ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് കുറച്ച് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ചില ആളുകൾ അവിടെ പോവുകയും നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മുടെ സംസ്ഥാന സർക്കാർ ഇടപെട്ടും നമ്മുടെ ഗണേഷ് കുമാർ മിനിസ്റ്ററും ഒക്കെ ഇടപെട്ടും ബാക്കി കുറെ ആളുകളും, എനിക്ക് പേഴ്സണലി ഒത്തിരി ആളുകൾ കേരളത്തിൽ നിന്ന് അവിടെ പോയി നിന്ന് പലതും ചെയ്യുന്നത് അറിയാം. ആ രീതിയിൽ ചെന്ന് ഇപ്പം കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്. പക്ഷെ ഞാനും പ്രതീക്ഷിക്കുന്നത് കുറച്ചുകൂടെ നാളെ ആർമിയുടെ ഹൈ ഫ്രീക്വൻസി റഡാറൊക്കെ വന്ന് കുറച്ചുകൂടെ ടെക്നിക്കലായിട്ട് നോക്കി ISROയുടെ ഇമേജസ് ഒക്കെ നോക്കി കുറച്ചുകൂടെ ബെറ്ററായ രീതിയിൽ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. സർ, ഇപ്പോൾ ഈ പ്രദേശത്തേക്ക് ഇപ്പോൾ താങ്കൾ ഇന്നിപ്പോഴുള്ള തെരച്ചിൽ കാണുമ്പോൾ, അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുമ്പോൾ, ഈ ആർമിയുടെ ഒക്കെ സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും അല്പം കൂടി മുൻപ് കൊണ്ടുവന്നിരുന്നെങ്കിൽ, ഇപ്പോൾ ഇന്നലെ കൊണ്ടുവന്ന റഡാർ അത് 4 മീറ്റർ മാത്രമാണ് അതിന്റെ ഒരു ഫ്രീക്വൻസി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അത് പോരാ ഈ സ്ഥലത്ത് എന്നുള്ളത് അത് വ്യക്തമാണ്. അപ്പോൾ ഇത്തരം സംവിധാനങ്ങൾ കുറച്ചുകൂടി മുൻപ് ആയിരുന്നെങ്കിൽ എന്നുള്ളത് ഇപ്പോൾ തോന്നുന്നുണ്ടോ സാർ? നോക്കൂ, ഏതൊരു ദുരന്തവും നടന്നിട്ടുള്ള ആദ്യ മണിക്കൂറുകൾ നിർണായകമാണല്ലോ. ഇനിയെങ്കിലും അങ്ങനെയൊന്നും ആവർത്തിക്കപ്പെടാതിരിക്കാൻ അതിനെക്കുറിച്ച് എത്രമാത്രം നമ്മൾ ജാഗ്രതയോടെ അതിനെ കാണേണ്ടതുണ്ട്? ഉറപ്പായിട്ടും. കാരണം എനിക്ക് മനസ്സിലാക്കി കഴിയുന്നത് നമ്മുടെ സ്റ്റേറ്റിൽ അതിന് വ്യക്തമായ ഒരു ഗൈഡ് ലൈൻ ഉണ്ട്. അത് മാത്രമല്ല, ഓരോ സിറ്റുവേഷൻസിലും എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ റിയാക്ട് ചെയ്യണമെന്നും അതിന്റെ ഒരു SOPസും കാര്യങ്ങളും നമ്മുടെ സ്റ്റേറ്റിൽ അത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അതിന്റെ റിഹേഴ്സൽസും നടത്താറുണ്ട്. അപ്പൊ നമ്മൾ ഇതിനെ, ഫോർ എക്സാമ്പിൾ, നമ്മളൊരു കാര്യം പെട്ടെന്ന് ഒരു ഒന്നുമില്ലാണ്ട് പെട്ടെന്ന് ഒരു സ്ഥലത്തേക്ക് ചെല്ലുന്ന ഒരു കാര്യം ചെയ്യുന്നതും അതിന് കുറച്ച് ഗൈഡ് ലൈൻസ് ഒക്കെ വെച്ചിട്ട് കൃത്യമായി പ്ലാൻ ചെയ്തിട്ട് ആ രീതിയിൽ പോകുന്ന ഒത്തിരി ഡിഫറൻസ് ഉണ്ടാവും. നമ്മുടെ എനിക്ക് പേഴ്സണലി അറിയാൻ കഴിയുന്നത് അതിനൊരു വ്യക്തമായ ഒരു ലീഡർഷിപ്പും ഗൈഡ് ലൈൻസും ആര് ഏത് രീതിയിൽ ഇടപെടണം എന്ന് ഉള്ള വ്യക്തമായ ഒരു കണക്ക് കൂട്ടലും നമ്മുടെ സംസ്ഥാന സർക്കാരിനും ബാക്കി എല്ലാ സംവിധാനങ്ങൾക്കും ഉണ്ട്. അത് വലിയൊരു ഫാക്ടർ തന്നെയാണ്. വളരെ നന്ദി. ശ്രീ ഹേമന്ത് രാജ, ലഫ്റ്റനന്റ് കേണലാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ആധികാരികമായി പ്രതികരിക്കുക കൂടി ചെയ്തത്. ഞാൻ വീണ്ടും ശ്രീ കിഷോറിലേക്ക് മടങ്ങി പോകുകയാണ്. ശ്രീ കിഷോർ, ഇവിടെ ഇപ്പോൾ ഇന്നലെ നമ്മൾ അർജുൻ്റെ വീട്ടുകാരുടെയൊക്കെ വാർത്താ സമ്മേളനം കാണുമ്പോൾ അവർ വലിയ പ്രതീക്ഷയുണ്ട് അർജുൻ ഇപ്പോഴും മടങ്ങി വരും. അവർ അങ്ങനെ ഒരു പോസിറ്റീവ് ചിന്തയിൽ തന്നെയാണ്. പക്ഷേ അവിടെയും ഈ ഏകോപനത്തിൻ്റെ കുറവാണ് അവർ നിരന്തരം ഇങ്ങനെ പരാതിയായി പറയുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മുടെയൊക്കെ സർക്കാർ സംവിധാനത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിൽ നമ്മൾ മുൻപ് കണ്ടിട്ടുള്ള ഈ രക്ഷാദൗത്യത്തിൻ്റെ മാതൃക അതെവിടെ ഉണ്ടാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. അത് ഉണ്ടാകാതെ പോയതാണോ? ഇന്നൊക്കെ ആകുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരികയും അല്പം വൈകാരികമായി ഈ വിഷയത്തെ സമീപിക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരുന്നതിന്റെ കാരണം? തീർച്ചയായിട്ടും നമ്മുടെ ഈ സംസ്ഥാനത്തുണ്ടാവുന്ന അനുഭവം നമ്മുടെ മുന്നിലുണ്ട്.
ഒരു ഇൻസിഡൻറ്റ് സംഭവിച്ചാൽ നമ്മുടെ നേരത്തെ സാറ് പറഞ്ഞിട്ടുള്ള പോലെ സാർ പറഞ്ഞതുപോലെ ജനങ്ങളാകെ രംഗത്തിറങ്ങും. രക്ഷാപ്രവർത്തകർ എത്തും മുൻപ് തന്നെ ജനങ്ങളാകെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഓരോ വിഷയത്തെയും സമീപിക്കുന്നത്. ആ കുടുംബവും അങ്ങനെയാണ് സമീപിക്കുന്നത്. എല്ലാവരും ഒത്തുചേർന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരുമെന്ന പ്രതീക്ഷയായിരുന്നു. ഓരോ ദിവസവും വൈകുന്നേരങ്ങളിൽ അവരുടെ തെരച്ചിൽ അവസാനിപ്പിച്ചു എന്ന് പറയുമ്പോഴും ഒരു നാടാകെ അർജുൻ എവിടെ എന്ന് ചോദിക്കുകയാണ്. ഈ പ്രദേശത്തെ ജനങ്ങൾ ആളുകളെല്ലാം തന്നെ ജോലിക്ക് പോകാതെ വീടുകളിൽ നിൽക്കുകയാണ്. അവരുടെ വീടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. അർജുൻ രക്ഷപ്പെടുത്തുന്ന കാഴ്ചപ്പാട് എല്ലാവരുടെയും മനസ്സിലേക്ക് രക്ഷപ്പെടുമെന്നായിരുന്നു. നേരത്തെ 19-ാം തീയതി 20-ാം തീയതിയൊക്കെ ആകുമ്പോൾ എല്ലാവരും കൂടെ ഒത്തുചേർന്ന് പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുമെന്ന് കരുതി, രക്ഷപ്പെടുമെന്ന് കരുതി. ഒടുവിലാണ് ജിത്തിൻ്റെ എല്ലാം തന്നെ അവിടെയുള്ള പ്രദേശത്തുണ്ടാകുന്ന അനുഭവങ്ങൾ വെച്ച് പരിശോധിച്ചപ്പോഴാണ് ആ ഗവൺമെൻറ് എന്തോ ഒളിക്കാൻ ശ്രമിക്കും എന്നുള്ളത് പോലെയാണ്. നാടി വിഷയം അറിയരുതെന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത്. ഒരു സുതാര്യമല്ലാത്തൊരു പ്രവർത്തനം പോലെ എങ്ങനെയെങ്കിലും അത് അവസാനിപ്പിക്കുന്ന കാഴ്ചപ്പാടിലാണ് അവർ പോകുന്നത്. അത് കണ്ടപ്പോഴൊക്കെയാണ് അവർ നിർബന്ധമായും കരസേനയുടെ സഹായം തേടണമെന്ന് ആഗ്രഹിച്ചു. ആകെ ആശ്രയം കരസേന മാത്രമേ ഉള്ളൂ എന്നൊരു കുടുംബം ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ ആ സംസ്ഥാന സർക്കാരിൽ വിശ്വാസമില്ല എന്നുള്ളതല്ലേ. നമ്മുടെ ഗവൺമെൻറ് ചെയ്യാൻ എന്ത് സാധ്യമാകും? നമ്മുടെ ഇവിടെ പ്രാദേശിക താഴെ തലങ്ങളിലുണ്ടാവുന്ന സാധാരണ മനുഷ്യർ, അന്നന്ന് അധ്വാനിച്ച് ജീവിക്കുന്ന പോകുന്ന മനുഷ്യർ പറയുകയാണ്, ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റുമോ? ഞങ്ങൾ ചെയ്യാം, നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് പോയിക്കൂടെ എന്ന് ചോദിക്കുകയാണ്. ഭയങ്കര വൈകാരികമായിട്ട് ആ വിഷയം. ഇന്നലെ നമ്മളെ കണ്ണാടിക്കൽ ബസാറിൽ നടന്നിട്ടുള്ള പ്രതിഷേധ കൂട്ടായ്മ ആഹ്വാനം ചെയ്തിട്ടൊന്നുമല്ല, എല്ലാവരും കടന്നു വരികയാണ്. എല്ലാ വിഭാഗം ആളുകൾ, രാഷ്ട്രീയ ഭേദമന്യേ ജാതിമതത്തിന് അതീതമായി എല്ലാവരും വന്നു ചേരുകയാണ്. അർജുനെ സംബന്ധിച്ച് ഇവിടെ ഒരു കാഴ്ചപ്പാടുണ്ട്. ഇവിടെ എല്ലാ സാമൂഹ്യ പ്രവർത്തനങ്ങളെയും ഇടപെടുന്ന ചെറുപ്പക്കാരനായിരുന്നു. എല്ലാ പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായതുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളിലും മുന്നിൽ പ്രവർത്തിക്കുന്നവനാണ്. അവന് ചിലപ്പോൾ ജോലിക്ക് പോകുമ്പോൾ സമയം കിട്ടാറില്ല. ചില ദിവസങ്ങളോളം ജോലിക്ക് പോകേണ്ട അവസ്ഥ വരുന്നതുകൊണ്ട് തന്നെ. എന്നാലും ഇവിടെ ഉള്ളപ്പോൾ ഈ നാട്ടിലെ ഓരോ വിഷയങ്ങളിലും, ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന പ്രദേശമാണ്. പൂർണ്ണമായി വെള്ളം മുങ്ങിക്കഴിഞ്ഞാൽ വീട് എല്ലാം തന്നെ ഒഴിഞ്ഞു പോകുന്ന സ്ഥലമാണ്. അവിടെ ഓരോ വീട്ടുകാരുടെയും പ്രശ്നങ്ങളെ സമീപിച്ച് അവർക്ക് സഹായം ചെയ്യും. അവരെ ഒഴിച്ചു മാറ്റാനും അവരുടെ സാധനങ്ങളെല്ലാം തന്നെ സുരക്ഷിതമായി എടുത്തു വയ്ക്കാനും ഒക്കെ തന്നെ ഇടപെടുന്ന ചെറുപ്പക്കാരനാണ്. അതാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇവരുടെ ജനങ്ങൾക്കാകമാനം അർജുനെ സംബന്ധിച്ച് കൃത്യമായിട്ട് ധാരണയുണ്ട്. അദ്ദേഹത്തെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം എന്ന് ജനങ്ങൾ പറയുകയാണ്. എന്താ പറയേണ്ടത്? എവിടെയാണ് പ്രതീക്ഷ അർപ്പിക്കേണ്ടത്? നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഒരു കാലിലൊരു ചരട് കുടുങ്ങിയിട്ടുള്ള കാക്കയ്ക്ക് രക്ഷപ്പെടാൻ സാധ്യമാകാതെ പോയപ്പോൾ രക്ഷപ്പെടുത്തിയിട്ടുള്ള അനുഭവം നമ്മുടെ മുന്നിൽ കേരളത്തിനകത്തില്ലേ? ശ്രീ കിഷോർ, ഇപ്പോൾ അർജുൻ വളരെ സജീവമായി ആ നാട്ടിലെ എല്ലാ ജനകീയ വിഷയങ്ങളിലും മറ്റു പ്രശ്നങ്ങളിലും ഒക്കെ ഇടപെടുന്ന ഒരാൾ കൂടിയായിരുന്നു അല്ലേ? അപ്പോൾ അതുകൊണ്ടുകൂടിയാണോ ആളുകൾ ഇത്രമാത്രം വൈകാരികമായി ഈ വിഷയത്തെ കാണുന്നത്? തീർച്ചയായിട്ടും ആ കുടുംബം പൂർണ്ണമായും അർജുൻ്റെ അമ്മ അവർ പറയുന്ന വാക്കുകൾ നിങ്ങൾ കേൾക്കുന്നില്ലേ? എന്തൊരു ആത്മവിശ്വാസത്തിലാണ് അവർ പറഞ്ഞത്, എൻ്റെ മകൻ തിരിച്ചു വരും എന്ന് വിശ്വാസമായിരുന്നു. ഇപ്പോൾ അവർ ആകെ തകർന്നിരിക്കുകയാണ്. എന്താണ് ചെയ്യുക എന്ന് ആകെ ആശങ്കപ്പെടുകയാണ്. അവിടേക്ക് പോകാൻ കഴിയില്ല. നാട്ടിലെ ജനങ്ങളുടെ സ്ഥിതി അതാണ്. അവിടേക്ക് എത്താൻ വേണ്ടി കഴിയില്ല. അവിടെയുള്ള ഗവൺമെൻറ് കൃത്യമായ നിലപാട് സ്വീകരിച്ചു പോകുന്നില്ല. അവരുടെ മുഖം രക്ഷിക്കാനുള്ള വാക്കുകളാണ് റവന്യൂ മന്ത്രി പറയില്ല കേട്ടുള്ളത്. നമ്മൾ ഇപ്പോഴും രഞ്ജിത്ത് പറയുന്ന വാക്കുകളിലാണ് നമ്മൾക്ക് വിശ്വാസം. ആ മണ്ണിനടി തന്നെ കാണും എന്ന് തന്നെ ഞങ്ങൾക്ക് തോന്നുന്നത്. അവിടെയാണ് അവർ ശ്രമിക്കേണ്ടത്. പകരം 90% മണ്ണ് നീക്കി റോഡിൻ്റെ മുകളിലില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? സ്കൂബ ടീമെല്ലാം നേരത്തെ പുഴയ്ക്കകത്ത് ഇറങ്ങിയതാണ്. അവിടെ എല്ലാം തന്നെ പരിശോധിച്ചതാണ്. ഇപ്പം അങ്ങനെ പറഞ്ഞ് ഒഴിയുകയാണ്. എന്ത് നിലപാടാണ് ഇവിടെ സ്വീകരിച്ചു പോകേണ്ടത്? വലിയ പ്രതിഷേധമാണ്, വലിയ സങ്കടകരമായിട്ടുള്ള അനുഭവമാണ് ഇന്നലെ രാത്രിയിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. എല്ലാവരും ഇപ്പോഴും ആ വീടിനകത്ത് പൂർണ്ണമായിട്ട് ആളുകൾ നിൽക്കുകയാണ്. ആളുകൾ വന്നു പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. വളരെ പ്രയാസകരമാണ്, വളരെ സങ്കടകരമാണ്. ഒരു മനുഷ്യ ജീവനിട്ട് അമ്മാനമാടുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന രോഷവും എല്ലാം തന്നെ ജനങ്ങൾക്കിടയിലുണ്ട്. നമ്മുടെ നാട്ടിലുണ്ടാകുന്ന അനുഭവമുണ്ട്. ആ അനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങളിതെല്ലാം പരിശോധിക്കുന്നത്. നമുക്കൊരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം, കേരളീയരെ പോലെയല്ല കർണാടകത്തിലുണ്ടാകുന്ന, കേരളത്തിലെ ഗവൺമെൻറ്റിനെ പോലെയല്ല കർണാടകത്തിലെ ഗവൺമെൻറ് നിലപാട് എന്ന് പറയാൻ വേണ്ടി കഴിയും. എന്തും നമുക്കറിയാലോ, ഈ ജോയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓവുചാലിൻ്റെ അകത്തുണ്ടാകുന്ന അനുഭവം ഒരു നാടാകെ കാത്തിരിക്കല്ലായിരുന്നു. ഒരു നാടാകെ ഇറങ്ങിക്കണ്ടല്ലേ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ചെന്നിട്ടുള്ളത്. അഴുക്ക് ചാലിനകത്ത് ഇറങ്ങിയിട്ടുള്ള നമ്മുടെ സഹോദരന്മാർ, ഫയർഫോഴ്സ്, അവരെല്ലാം ചെയ്തിട്ടുള്ളത് പ്രവർത്തനം നമ്മുടെ മുന്നിൽ കാണുകയല്ലേ. നാളെ ഏത് സംഭവിക്കുമെന്നറിയാതെ വന്നിട്ടുള്ളത് നൗഷാദ് ഇവിടെ സമീപത്ത് തന്നെയാണ്, മാളിക്കടവിൽ.
രണ്ടാൾക്ക് രക്ഷപ്പെടുത്താൻ വേണ്ടി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടുള്ള നൗഷാദ്. നമ്മുടെ കേരളത്തിൽ ഈ അനുഭവത്തെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ കേരളത്തിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ എല്ലാം തന്നെ വിലയിരുത്തുക, നാടിലാകെ നടത്തുന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്തുക. എന്നാൽ അങ്ങനെ ഉണ്ടാവുന്നുണ്ടോ? യാതൊരു ഉത്തരവാദിത്വമല്ല, ഒരു കോർഡിനേഷൻ ഇല്ലാതെ ആർക്കാണ് ചുമതല കൃത്യമായിട്ടുള്ള ഉത്തരം നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? എല്ലാ വിഷയവും കൃത്യമായി നമുക്ക് പറഞ്ഞു തരാൻ ആരെങ്കിലും ഉണ്ടോ? ഇന്ന് റവന്യൂ മന്ത്രി പറഞ്ഞ അനുഭവമാണ് നമ്മളെ മുന്നിലുള്ളത്. എന്നാൽ അവിടെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയിട്ടുള്ള സന്നദ്ധ പ്രവർത്തകൻ രഞ്ജിത്ത് ഇസ്രേലി പറയുന്നു മണ്ണിനടിയിൽ തന്നെയാണ്, ഒരിക്കലും പുഴയിലേക്ക് പോകാൻ സാധ്യത. അത് ഞാൻ രാവിലെ പറഞ്ഞു, 100% ഉറപ്പാണ് അദ്ദേഹം അത് പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ അതിനെ വിലവയ്ക്കാതെ റവന്യൂ മന്ത്രി പറയുന്നത് ഇങ്ങനെയാണ്. എന്താ ചെയ്യേണ്ടത്? നമ്മൾ വലിയ പ്രയാസം തന്നെയാണ്. മടങ്ങി വരാം ശ്രീ കിഷോർ. സിജു കണ്ണനിലേക്ക് ഒരിക്കൽ കൂടി. സിജു, ഈ റോഡിലെ മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇനിയിപ്പോൾ ഈ വഴിയരികിൽ ഈ വണ്ടികളൊക്കെ നിർത്തിയിട്ടിരിക്കുന്ന ഒരു സ്ഥലം, അവിടെ അതിൻ്റെ അടിയിൽ അർജുൻ്റെ വണ്ടി ഇപ്പോഴും ഉണ്ടെന്നൊരു പ്രതീക്ഷയുണ്ട്. ഇനിയിപ്പോൾ നാളെ മുതലുള്ള രക്ഷാദൗത്യം എങ്ങനെയാണ് സിജു? ഇന്നിപ്പോൾ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഏറെക്കുറെ പുഴ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു തെരച്ചിലിലേക്ക് വീണ്ടും മാറുന്നത് നമ്മൾ കാണുന്നു. നാളെയും അങ്ങനെയാണോ, അതോ ആ പ്രദേശത്തു കൂടി മണ്ണ് നീക്കാനുള്ള സാധ്യതയുണ്ടോ? ഈ അത്യാധുനിക സംവിധാനങ്ങളൊക്കെ നാളെയോടുകൂടി എത്തിക്കുമെന്ന് പറയുന്നു. അതെന്തൊക്കെയാണ്? ഇനി ഏത് നിലയിലാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്? ഹസിത, കർണാടക സർക്കാർ ഈ ദൗത്യം അവസാനിപ്പിക്കുന്നു എന്ന തരത്തിലുള്ള പ്രതികരണമാണ് വൈകുന്നേരം നടത്തിയത്. ഇനി ഇവിടെ മണ്ണ് നീക്കിയിട്ട് കാര്യമില്ല, അത് വലിയ അപകടം ചെയ്യുമെന്ന തരത്തിലുള്ള പ്രതികരണമാണ് കർണാടക റവന്യൂ മന്ത്രി നടത്തിയത്. എന്നാൽ ഈ വാദം, കർണാടക സർക്കാർ മുന്നോട്ട് വെക്കുന്ന വാദം നിലവിൽ ഈ ദൗത്യസംഘത്തിന്റെ ഭാഗമായുള്ള മലയാളിയായ രഞ്ജിത്ത് അംഗീകരിക്കുന്നില്ല. അദ്ദേഹം വൈകുന്നേരം നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, നേരത്തെ പ്രദേശവാസികൾ പറഞ്ഞതുപോലെ തന്നെ അതിന്റെ വശത്ത് ഒരു വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന ഒരു പ്രത്യേക ഭാഗമുണ്ട്, ആ ഭാഗത്തുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മണ്ണ് മാറ്റിയിരിക്കുന്നത് 90% മണ്ണ് മാറ്റി എന്ന് പറയുന്നത് റോഡിലുള്ള മണ്ണ് മാറ്റിയ കാര്യമാണ്. അതിന്റെ വശത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തെ മണ്ണ് നിലവിൽ മാറ്റിയിട്ടില്ല. ഈ വാഹനത്തിന്റെ ഒരു ഭാരം കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു കാര്യങ്ങൾ കൂടി വിദഗ്ധർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം തന്നെ നേരത്തെ ചർച്ചയായ കാര്യമാണ്. 40 ടണ്ണിലധികം മരമുണ്ട്. അതോടൊപ്പം തന്നെ ഈ വാഹനത്തിന്റെ ഒരു ഭാരം, അത്രയും ഭാരമുള്ള ഒരു വസ്തു ഇത് അങ്ങനെ വളരെ പെട്ടെന്ന് പുഴയിലേക്ക് ഒലിച്ചു പോകാനുള്ള ഒരു സാധ്യതയില്ല. സാധ്യതകൾ മാത്രമാണ്. അത്തരം സാധ്യതകളെ കുറിച്ചാണ് പറയുന്നത്. എന്തായാലും രഞ്ജിത്തിനോട് ഇപ്പോൾ ഏറ്റവും അവസാനം തെരച്ചിൽ നിർത്തിയ ശേഷം ഞങ്ങൾ സംസാരിച്ചിരുന്നു. രഞ്ജിത്ത് പറയുന്നത് സൈന്യത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ട്. സൈന്യം പറയുന്നത് ഈ തെരച്ചിലിൽ എല്ലാവിധ സഹായവും ചെയ്യും. നാളെയും ഇതേ ഭാഗത്ത് തന്നെ സൈന്യം, കരസേനയുടെ നേതൃത്വത്തിലുള്ള ഈ തിരച്ചിൽ തുടരുമെന്നാണ്. അവർ അത്യാധുനിക സംവിധാനങ്ങൾ കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. വളരെ ആഴത്തിൽ പരിശോധിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ കൊണ്ടുവരും എന്നാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ കരസേനയുടെ കമാൻഡറുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹവും പറഞ്ഞത് ഈ തിരച്ചിൽ പൂർണ്ണമായും നല്ല രീതിയിൽ പൂർത്തിയാക്കുന്നതിന് വേണ്ടി സൈന്യം മുഴുവൻ സമയവും ഇവിടെ ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നാളെ സൈന്യത്തിന്റെ ഒരു സേവനം കൂടുതൽ പ്രയോജനപ്പെടുന്ന ഒരു ദിവസമായിരിക്കും നാളെ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്ന് രാവിലെ എത്തുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം 2:15 കൂടിയാണ് എത്തിയത്. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ സന്ദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. സൈന്യത്തിന്റെ സേവനം പൂർണ്ണ തോതിൽ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ആ സ്ഥലത്ത് ഉണ്ടായിരുന്ന ഒരാളെന്ന നിലയിൽ എനിക്ക് തോന്നുന്നത്. ഒരുപക്ഷെ നാളെ കൃത്യമായും കൂടുതൽ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയിലേക്ക് സൈന്യം കടക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സൈന്യത്തിന്റെ സേവനം കൂടി വരുമ്പോൾ ഈ ഭാഗത്തെ മണ്ണ് നീക്കലുണ്ടാകും. അതോടൊപ്പം തന്നെ കർണാടക സർക്കാർ പറഞ്ഞതുപോലെ ഈ പുഴയിലേക്കുള്ള പരിശോധന ഒന്നുകൂടി നടത്തുന്നതിനാവശ്യമായ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് ഇന്ന് തന്നെ ഉണ്ടായിരുന്നു. NDRF സംഘം അതോടൊപ്പം തന്നെ അവരുടെ സ്കൂബ ടീമെല്ലാം തന്നെ പരിശോധന നടത്തിയിരുന്നു. വൈകുന്നേരം 4 മണി വരെ ഈ പരിശോധന തുടർന്നിരുന്നു. അത്തരം പരിശോധന നാളെയും ഉണ്ടാകുമെന്ന് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും തിരച്ചിൽ അവസാനിച്ചു എന്ന് പറയാറായിട്ടില്ല. തിരച്ചിൽ ഇപ്പോഴും നാളെയും തുടരുമെന്നാണ് നിലവിലെ സാഹചര്യത്തിൽ പ്രതീക്ഷിക്കുന്നത്. കർണാടക സർക്കാർ തിരച്ചിൽ അവസാനിപ്പിച്ചു എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് നടത്തിയതെങ്കിലും തിരച്ചിലിന്റെ ഭാഗമായുള്ള ആളുകൾ തിരച്ചിൽ തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അറിയിച്ചിരിക്കുന്നത്. ശരി സിജു കണ്ണൻ, തെരച്ചിലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആ നിലയിലാണ്. ശ്രീ റജി ലൂക്കോസ്, ഇവിടെ ഇനിയിപ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഒരു ആശങ്ക സിജു അവസാനിപ്പിച്ചതാണ്. ഇന്ന് ഈ കേരളത്തിൽ നിന്ന് പോയ ദൗത്യ സംഘാംഗം രഞ്ജിത്ത് ഇസ്രായേൽ അദ്ദേഹം പറയുന്നുണ്ട് കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്ന് തെരച്ചിൽ അവസാനിപ്പിച്ചാലും ഞങ്ങളിത് തുടരുമെന്ന്. പക്ഷെ മറ്റൊരു സംസ്ഥാനമാണ്, അവിടെ അതൊക്കെ എത്ര കണ്ട് പ്രായോഗികമാകുമെന്നുള്ളത് നമ്മളിനി കണ്ടറിയണം. ഇന്നലെ പോലും രഞ്ജിത്ത് ഈ പ്രദേശത്തേക്ക് എത്തുമ്പോൾ അധികൃതർ അവിടേക്ക് കടത്തിവിടാതിരുന്നതൊക്കെ വലിയ ചർച്ചയാകുകയും അതിനെ തുടർന്ന് ഈ ലോറി ഉടമ മനാഫിനെ അധികൃതർ കയ്യേറ്റം ചെയ്യുന്നതൊക്കെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുമാണ്. നോക്കൂ, ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ആശങ്ക ഒരുപക്ഷെ ഇനി നാളെ കൂടി ഈ നിലയിൽ പോയതിനു ശേഷം
ഇപ്പോൾ തന്നെ അവർ പറയുന്നത് ഇതിൽ കൂടുതൽ മണ്ണ് മാറ്റാനാകില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു തെരച്ചിൽ അവസാനിപ്പിക്കുക എന്നൊരു തീരുമാനത്തിലേക്ക് പോകുമോ എന്നൊരു സാധ്യത, അതൊരു പേടിപ്പെടുത്തുന്ന സാധ്യതയെ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. തീർച്ചയായിട്ടും അവിടുത്തെ റവന്യൂ മന്ത്രിയുടെ മാധ്യമങ്ങളോട് പറഞ്ഞ പ്രസ്താവന തന്നെ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഭയം ജനിപ്പിക്കുന്നതാണ്. ഒന്ന് ആലോചിക്കൂ, കേരളത്തെ അവിടെയാണ് നമ്മൾ കേരളം വേറിട്ട് നിൽക്കുന്നത്. മനുഷ്യസ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഉത്തമ മാതൃകയാണ് കേരളം. ലോകമെമ്പാടുമുള്ള വിദേശ രാജ്യങ്ങളിലുള്ള മലയാളികളെല്ലാം അർജുന്റെ തിരിച്ചുവരവിനായിട്ട് കാതോർത്തിരിക്കുകയാണ് ചാനലിന്റെ മുമ്പിലും മറ്റു സന്ദേശങ്ങൾക്ക് വേണ്ടിയിട്ടും. ഇപ്പൊ നമ്മൾ ഉദാഹരണം പറയാം, കോഴിക്കോട് ഒരു മാൻഹോളിൽ ഒരു അന്യസംസ്ഥാന തൊഴിലാളി ആ മാൻഹോളിൽ വീണപ്പോൾ ജീവൻ പോലും പണയപ്പെടുത്തിക്കൊണ്ട് അതിനകത്ത് ചാടി രക്ഷപ്പെടുത്താൻ ശ്രമിച്ച് ജീവൻ നഷ്ടപ്പെട്ട നൌഷാദിന്റെ നാടാണ് ഇവിടെ. നേരത്തെ ബഹുമാനപ്പെട്ട മേജർ പറഞ്ഞുകൊണ്ട് തന്നെ മലമ്പുഴയിലെ മലയിടുക്കുകളിൽ അതിസാഹസികമായിട്ട് ഒരു കാരണവശാലും ഈ പറഞ്ഞ കർണാടകയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കത്തില്ല. ചെറുപ്പക്കാരനെ രാത്രിയിൽ പിന്നെ വളരെ ലെങ്തി ആയിട്ടുള്ള പ്രകാശം കിട്ടുന്ന ടോർച്ചൊക്കെ ഇട്ട് കേരളം അവരെ രക്ഷപ്പെടുത്തിയ ചരിത്രങ്ങള്. ഞാൻ ഒരു കാര്യം പറയാം, നമ്മുടെ 2008 പ്രളയത്തിൽ പത്തനംതിട്ടയിലെ റാന്നിയിൽ ഒരു IPS ചെറുപ്പക്കാരൻ ഉദ്യോഗസ്ഥൻ ഒരു ലുങ്കി കൊടുത്ത് തലയിൽ കെട്ടും കെട്ടി അവിടുത്തെ ജനങ്ങളെ രക്ഷപ്പെടുത്തിക്കൊണ്ടു പോകുന്ന സീൻ നമ്മൾ കണ്ടു. അദ്ദേഹം ഒരു SP ആണെന്നുള്ളത് ആർക്കും അറിയില്ലായിരുന്നു. ആലപ്പുഴ ജില്ലാ കളക്ടർ കുട്ടനാട്ടിലെ ചതുപ്പ് നിലങ്ങളിലൂടെ ജനങ്ങളെ കൈപിടിച്ചുകൊണ്ട് പോയി തളർന്നിരിക്കുന്ന സീൻ രാജരത്നാന്ന് എന്റെ ഓർമ്മയിരിക്കുന്നത്. അതുപോലെ 40,000 പോലീസുകാർ, നാട്ടുകാർ, മത്സ്യത്തൊഴിലാളികൾ, ഇവരൊക്കെ ഈ നാടിനോട് കാണിച്ച രക്ഷാപ്രവർത്തനങ്ങള് ഇതിന്റെ ഒരു അംശത്തിൽ 1000-1 അംശം കർണാടക സർക്കാർ കാണിച്ചിരുന്നെങ്കിൽ അർജുൻ ഇപ്പൊ വീട്ടിൽ നിന്ന് ആ സ്വന്തം കുഞ്ഞിനോടും മാതാപിതാക്കളോടും അദ്ദേഹത്തിന്റെ പ്രിയ സഹോദരിയോടും ഭാര്യയോടൊപ്പം അദ്ദേഹം ഇപ്പൊ ജീവിച്ചാലെ. കേരളത്തിന് അവിടെ ഇടപെടുന്നതിന് ഒരുപാട് പരിമിതിയുണ്ട്. തന്നെയുമല്ല, ഇവര് കാണിച്ച ഏറ്റവും ക്രൂരമായ നിലപാട് അർജുന്റെ സഹോദരി കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ആവശ്യപ്പെടുന്നുണ്ട് പട്ടാളത്തെ വിളിക്കണം, സൈന്യത്തിന് സേവനം ആവശ്യപ്പെടണം എന്നുള്ളവരും. എന്നിട്ട് പോലും അവർ ആവശ്യമില്ല എന്നുള്ള നിലപാടെടുത്ത് ആരാ എടുത്തത്? അവിടുത്തെ എന്നുള്ള കേന്ദ്രമന്ത്രി കുമാരസ്വാമി ഈ സംഭവ സ്ഥലത്ത് അത്തരത്തിൽ പറഞ്ഞല്ല, പട്ടാളത്തിന്റെ സേവനമൊന്നും ആവശ്യമില്ല, 2 ദിവസം അത് കണ്ടുപിടിക്കാന്ന് പറഞ്ഞ ഒരു നിരുത്തരവാദമായി. ഇങ്ങനെയൊക്കെയുള്ള ജനപ്രതിനിധികളെ വോട്ട് ചെയ്ത് വിടുന്ന പാവപ്പെട്ട ജനങ്ങൾ. ഇനി വേറൊരു കാര്യം കേൾക്കണോ, അവിടെ ഏതാണ്ട് 8ഓളം ആളുകളെ ഇനി ആ നാട്ടുകാരെ കണ്ടെത്താനുണ്ട്. 14 പേര് ഒലിച്ചു പോയതിൽ 7 പേരുടെ മാത്രമേ മൃതദേഹം കിട്ടിയിട്ടുള്ളൂ. അതിൽ 3 പേര് ആകെ ഗംഗ പറയുന്ന നദിയുടെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നവരെ വെള്ളം കയറി ഒലിച്ചു പോയില്ല. അതിലൊരാളുടെ മൃതദേഹം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ഇന്നിപ്പോ അവിടെ പ്രതിഷേധം ഉണ്ടായ നാട്ടുകാർ തങ്ങളുടെ ഉറ്റവരെ കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് 2 കുടുംബം അവിടെ പ്രതിഷേധിച്ചു. എന്നിട്ട് പോലും സ്വന്തം നാട്ടുകാരുടെ ജീവൻ പോലും സംരക്ഷിക്കാൻ കഴിയാതെ ഈ നാട്ടിൽ സാങ്കേതിക വിദ്യ ഇത്ര ഉയർന്നു. ചന്ദ്രയാൻ ദൗത്യം നടത്തിയ ഒരു നാട്, അതുപോലെ ചൊവ്വയിലേക്ക് പേടകമയച്ചൊരു നാട്, ഇവിടെ എത്രയോ രീതിയിലുള്ള അത്യന്താധുനിക സൗകര്യങ്ങളുണ്ടെന്ന് വീമ്പിളക്കുന്ന ഒരു രാജ്യത്ത് ഒരു നാട്ടിലെ ഒരു പൗരന്റെ ജീവനും സ്വത്തിനും നൽകാൻ ബാധ്യസ്ഥരായ ഭരണകൂടം എന്തുകൊണ്ട് ഇതിനു വേണ്ടിയിട്ട് ഈ രീതിയിൽ ചലിച്ചില്ല എന്നുള്ള ചോദ്യം കാലങ്ങളോട് നിലനിൽക്കും. ഒരു കാര്യം ഉറപ്പാ, കേരളം വിട്ടാൽ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും മനുഷ്യജീവന് യാതൊരു വിലയുമില്ല. നമുക്കറിയാം, നമ്മുടെ ഇവിടുന്ന് പോകുന്ന ലോറി ഡ്രൈവേഴ്സ് ഈ കേരളത്തിന്റെ അതിർത്തി കടന്നിട്ടുണ്ടെങ്കിൽ അനുഭവിക്കുന്ന പീഡനങ്ങള്, അവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങളുടെയും മോഷ്ടാക്കളുടെയും പീഡനങ്ങൾ ഒരു പോലീസ് സംരക്ഷണം പോലും കൊടുക്കാറില്ല. ഈ രാജ്യം ചലിപ്പിക്കുന്ന ആരാ? നമ്മുടെ ലോറി ഡ്രൈവേഴ്സാ. ഒരു ലോറി ഡ്രൈവേഴ്സ് ഒറ്റ ദിവസം അവർ സംഭിച്ചാൽ രാജ്യത്തിന്റെ ചലനം നിൽക്കും, പട്ടിണിയായിരിക്കും. അതൊന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ സമ്പദ്ഘടനയെ പോലും നിയന്ത്രിക്കുന്ന ഈ പാവപ്പെട്ട ലോറി തൊഴിലാളികള് അവരുടെ ജീവൻ ഒരു വിലയുമില്ലേ? മാത്രമല്ല ശ്രീ റെജി ലോക്കോസ്, ഇന്നലെ ഇപ്പോൾ ഈ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ലോറിയുടെ ഉടമ മനാഫ് ഉണ്ടല്ലോ, മനാഫ് പറയുന്നുണ്ടായിരുന്നു ഇനിയും ഇവിടേക്ക് വരേണ്ടവരാണ് ഞങ്ങൾ, പക്ഷേ ഇനി പേടിയാണ് ഈ പ്രദേശത്തേക്ക് വരാൻ. അതെന്തുകൊണ്ടാണ്? ഈ ഭൂഘടനയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തമോ ഉണ്ടാകുമോ എന്നുള്ള പേടിയല്ല, ഈ അധികൃതരും ഉദ്യോഗസ്ഥരും ഇനി എങ്ങനെ പെരുമാറുമെന്ന പേടി. ഇന്നലെ തന്നെ വാക്കുതർക്കത്തിന്റെ ഇടയ്ക്ക് ഏതൊരു ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞു അത്രേ, നിന്നെ ഞങ്ങൾ കാണിച്ചു തരാമെടാ എന്ന്. അതായത് ഇതിന് ശേഷം ഞങ്ങൾ ചില കാര്യങ്ങൾ കാണിച്ചു തരാമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇനിയും ഈ മേഖലയിലേക്ക് പോകേണ്ട മലയാളികൾ അതിനെ ആ നിലയ്ക്ക് ആശങ്കയോടുകൂടി കാണുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അതിന്റെ ഏറ്റവും വലിയ തെളിവ് പറയാം. അതായത് യുദ്ധമേഖലകളിൽ പോലും മാധ്യമപ്രവർത്തകർക്ക് പ്രത്യേക പ്രിവിലേജ് ഉണ്ട് കയറാൻ. നമ്മൾ ഇറാഖിലെ യുദ്ധകാലത്ത് അൽ റഷീദ് എന്ന് പറയുന്ന ആ ഒരു 5 വർഷത്തെ ഹോട്ടലിൽ ഇരുന്ന് 2 CNN പ്രതിനിധികൾ റിപ്പോർട്ട് ചെയ്തത് നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമാണ്. കാർഗിൽ യുദ്ധകാലത്ത് നമ്മുടെ മലയാളി മാധ്യമപ്രവർത്തകർ വരെ റിപ്പോർട്ട് ചെയ്തു. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഒരു ദുരന്തമുഖത്ത് പോയി വാർത്തകൾ ജനങ്ങളെ അറിയിക്കാൻ, ആകാംക്ഷയോടിരിക്കുന്ന കുടുംബത്തെ അറിയിക്കാൻ വിലക്കേർപ്പെടുത്തിയ ഒരു ഭരണകൂടമാണ് കർണാടകയിലെ. എന്ത് അധികാരത്തിന്റെ പുറത്താണ് അവിടെ ഇവിടുത്തെ ഫോർട്ട് സ്റ്റേഷനെ തടഞ്ഞത്? ഇന്ന് മുഖ്യമന്ത്രി യാചിക്കേണ്ടി വന്നില്ലേ? ഒരു കാര്യം ഞാൻ പറയാം, അതായത് കോൺഗ്രസിന്റെ കേരളത്തിലെ പല നേതാക്കളും ഉൾപ്പെടെ
KC വേണുഗോപാൽ ഉൾപ്പെടെ ഇതിനകത്ത് പരമാവധി ശ്രമിച്ചിട്ടുണ്ടോ നമ്മൾ നിശ്ചയിക്കുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ വാക്കിനെ പോലും ഒരു വിലയും കൊടുക്കാതെ കണ്ട് ആകെപ്പാടെ അതിന് ശ്രദ്ധിച്ചത് അവിടുത്തെ MLA മാത്രമാണ്. ആ MLA ഇല്ലായിരുന്നെങ്കിൽ നമ്മളിവിടെ ഈ പറയുന്ന ദൃശ്യങ്ങളൊന്നും നമുക്ക് ഇന്നും കിട്ടത്തില്ലായിരുന്നു. എന്നിട്ട് ഉച്ചയ്ക്ക് അവർ മാറ്റി അവിടുന്ന് മാധ്യമപ്രവർത്തകരെ സംഭവ സ്ഥലത്ത് മാറാൻ മാത്രം എന്താ സ്ഫോടനങ്ങൾ നടക്കുന്നുണ്ടോ അവിടെ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇനി കർണാടകയിലൂടെ എങ്ങനെയാണ് നമ്മുടെ മലയാളികൾ വാഹനമായിട്ട് പോകുന്നത്? തന്നെയുമല്ല, ഒരു ഡ്രൈവറുടെ ജീവൻ എന്താണ് നിങ്ങൾ ഇത്ര പ്രാധാന്യം കൊടുക്കണമെന്ന് ചോദിച്ച ഒരു ജില്ലാ പോലീസ് സൂപ്രണ്ടിനെ ആ നിമിഷം പിരിച്ചുവിടണ്ടേ? അയാളെ ജയിലിലാക്കണ്ടേ? കേരളത്തിലാണ് നടക്കുമോ? ഒന്ന് ആലോചിച്ചു. പെട്ടിമുടി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അസുഖം ശ്രദ്ധിക്കണം. അതായത് മൂന്നാറിൽ നിന്നും ദുർഘടമായ പാതയിലൂടെ ജീപ്പുകൾ പോലും പോകാത്ത കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ലയത്തിലേക്ക് ഒരു ചെറിയ മല ഇതിനും ഭീകരമായിട്ട് ഇടിഞ്ഞു താന്ന് അതിന്റെ മുകളിലേക്ക് പോയി. മൂന്നാർ ടൗണിലെ ജീപ്പിന്റെ ഡ്രൈവേഴ്സ് രാത്രിയിൽ അവിടെ കിട്ടിയ ആളുകളെയും കൂട്ടിക്കൊണ്ട് പാഞ്ഞു പോവായിരുന്നു. അവരൊന്നും ഒരു പ്രോട്ടോകോൾ നോക്കിയില്ല. ദുരന്തമുഖത്ത് ലോകത്തിൽ ഒരു സ്ഥലത്തും ഒരു പ്രോട്ടോകോളില്ല. രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് അവിടുത്തെ ദൗത്യം എന്ന് പറയുന്നത്. അത് ആരെ സാധിച്ചു? നേരത്തെ മേജർ പറഞ്ഞ പോലെയാണ്. അത് അവിടെ ചെന്ന് കഴിഞ്ഞ് തൊട്ടുപുറകെ ഫയർഫോഴ്സ് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ ചെന്ന് നമ്മുടെ മുഖ്യമന്ത്രി പിറ്റേ ദിവസം ചാർട്ടേഡ് ഹെലികോപ്റ്ററിൽ ആ മൂന്നാറിൽ ലാൻഡ് ചെയ്ത് അവിടുത്തെ ജനങ്ങൾ കൈക്കുദാട്ടി കൊടുത്തു. ഇന്ന് നമ്മൾ കണ്ടില്ലേ, സ്വന്തം നാട്ടുകാർ പലരും പോലും ജീവൻ രക്ഷിക്കാനായിട്ട് പാടുപെടുന്ന ഒരു സ്ഥലത്ത് ആ കർണാടകയിലെ നാഷണൽ ഹൈവേയിലാണ് ഈ സംഭവം നടന്ന് ആലോചിക്കണം. അവിടെ ഒരു ഉദ്യോഗസ്ഥനോ അത് ഒരു രാഷ്ട്രീയ നേതാവോ ആ MLA ഒഴിച്ച് ഒരു മന്ത്രിയൊക്കെ എത്തിയത് എപ്പോഴാ? നമ്മുടെ മുമ്പിൽ കണ്ടില്ലേ? കേരളത്തിൽ നടക്കുവോ? കേരളത്തില് നിശ്ചിതമായ വിമർശനങ്ങളുമായിട്ട് ജനങ്ങൾ ഇറങ്ങിയില്ല. കേരളത്തിൽ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല നമ്മുടെ നാട്ടില്. അങ്ങനെയുള്ള ഒരു കർണാടക സ്റ്റേറ്റ് മാത്രമല്ല. ഞാനൊരു ഉദാഹരണം പറയാം. 2018 എന്റെ ഓർമ്മയിരിക്കുന്നത് ആസാമിലെ ഒരു ഖനിയിൽ 18 or 20 ചെറുപ്പക്കാര് കൂലിത്തൊഴിലാളികൾ ആ ഖനിയിൽ കുടുങ്ങി അവരെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ് ആ കുടുംബങ്ങളും നാട്ടുകാരും ആ ഖനിയുടെ പ്രവേശന കവാടത്തിൽ അലമുറിയിട്ട് കരഞ്ഞിട്ടും ഒരു ശ്രമം പോലും നടത്താത്തതാണ് ഈ കേന്ദ്ര സർക്കാർ. വേണ്ട, റഷ്യ ഉൾപ്പെടെ പല രാജ്യങ്ങളും സഹായം വാഗ്ദാനം ചെയ്തിട്ട് വേണ്ടാന്ന് പറഞ്ഞ് നിഷേധിച്ചു. പ്രളയകാലത്തെ നമുക്ക് തന്ന കൈത്താങ്ങൾ നിശ്ചയിച്ചു വരെ അവരെ അവിടെ മരണത്തിലേക്ക് തള്ളിവിട്ടൊരു സർക്കാരാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്തോടെ സംഭവം ഞാൻ പറയുന്നത്. അങ്ങനെ എന്തെല്ലാം ദുരന്തങ്ങളുണ്ടായി. മനുഷ്യജീവന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഈ ജനാധിപത്യ സംവിധാനത്തിൽ ഒരു ഭരണകൂടത്തിന് നേരെ എന്തെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ തങ്ങൾ ഇനി അങ്ങോട്ട് വരത്തില്ല എന്ന് തീരുമാനമെടുക്കുന്ന ഉദ്യോഗസ്ഥരുണ്ടെന്ന് ആലോചിക്കണം. ആ SP പറഞ്ഞ ആയിട്ട് ഇന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തെന്താ, കേരളത്തിലെ മാധ്യമങ്ങൾ വന്ന് അവിടുത്തെ വീഴ്ചയെ വിമർശിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു. ഇത് പറയാൻ അയക്കാരാ അധികാരം കൊടുത്തേ? അത് ഈ മനുഷ്യന് ആരാ അധികാരം കൊടുത്തത്? അങ്ങനെ അവിടുത്തെ സംവിധാനത്തിനോട് ആൻസർ ചെയ്യേണ്ട ആളല്ലേ? അങ്ങനെ ശാസിക്കാനായിട്ടോ കൃത്യമായ രീതിയിൽ അവിടുത്തെ നടപടികൾ ക്രമീകരിക്കാനായിട്ടോ അവിടുത്തെ ഭരണകൂടം തയ്യാറില്ല. എന്തിനധികം അസ്ഥിത? അവിടുത്തെ ലോക്കൽ MLA അയാൾ മാന്യനായ മനുഷ്യ. അങ്ങനെ ഇന്ന് രാവിലെ സമ്മതിച്ചു. കൈരളി ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളോട് പറഞ്ഞു ഇവിടുത്തെ ജില്ലാ ഭരണകൂടത്തിന് വീഴ്ച പറ്റി, അവർക്ക് ഈ കാര്യത്തിൽ പരിചയക്കുറവുണ്ടേ, അതുകൊണ്ട് അത് ശരിക്കും പ്രതിഷേധാർഹമാണെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ പരിചയക്കുറവുള്ള ഒരു ഉദ്യോഗസ്ഥനൊക്കെ അവിടെ വെച്ചോണ്ടിരിക്കുകയോ 5 ദിവസം. അവർക്ക് പകരം ഈ സൈന്യത്തിൽ സേവനം എന്തുകൊണ്ട് ഇവർ നേരത്തെ ആലോചിച്ചില്ല? വേണ്ട, കേരളത്തിൽ നിന്നും നിരവധി പേരുകൾ അവിടെ എത്തി രക്ഷാപ്രവർത്തനം ക്രോഡീകരിക്കാം, ഞങ്ങൾ ചെയ്യാൻ തയ്യാറായിട്ടും അവിടെ ബാരിക്കേഡ് വെച്ച് അവിടെ പ്രവേശിപ്പിക്കാൻ തടഞ്ഞ നിഷ്ഠൂര ജന്മങ്ങളല്ലേ അവിടുത്തെ ഉദ്യോഗസ്ഥന്മാര്. കർണാടകയിലെ മാധ്യമങ്ങളുടെ കൂടെ ഞാൻ ഒരു കാര്യം പറയാം. കർണാടകയിലെ മാധ്യമങ്ങള് കാര്യമായ രീതിയിലൊന്നും ഇത് റിപ്പോർട്ട് ചെയ്തില്ല. സ്വന്തം നാട്ടിൽ ഇങ്ങനെ അപകടം ഉണ്ടായിട്ട് ഇവിടെ ഒരു ചെറിയ അപകടം ഉണ്ടായാൽ മാധ്യമങ്ങൾ മുഴുവൻ അവിടെ ഓടിയെത്തും. നമ്മുടെ കേരളത്തിൽ അവിടുത്തെ മാധ്യമങ്ങൾ ഇത് കാര്യമായിട്ട് റിപ്പോർട്ട് ചെയ്തില്ല. അപ്പൊ എന്തൊരു നാടാണ് ആ നാട്. നമ്മളത് ആലോചിച്ച് നോക്കിയും എത്രയോ ലക്ഷക്കണക്കിന് മലയാളികൾ അവിടെ ജോലി ചെയ്യുന്നു. കർണാടകയിലെ മുക്കിലും മൂലയിലും മലയാളികളുണ്ട്. ഞാൻ കർണാടകയിൽ മിക്ക സ്ഥലത്ത് യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. കർണാടകയിലെ ജനങ്ങളെ ഒന്നും കുറ്റപ്പെടുത്തത്തില്ല നമ്മള്. അവിടുത്തെ ഭരണകൂടത്തിലെ ഭരണ സംവിധാനങ്ങളെയാ. ആ നാട്ടിലെ ജനങ്ങളുടെ ജീവന് പോലും ഉത്തരവാദിത്വ ബോധമില്ലാതെ പ്രവർത്തിച്ചവര്. റവന്യൂ മന്ത്രി പ്രതിഷേധാർഹമായ രീതിയിലുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അദ്ദേഹം പറഞ്ഞു തന്നെ 95% മണ്ണ് മാറ്റി ഇനിയിപ്പോ ആ പുഴയിൽ മാത്രം നോക്കിയാൽ മതി. പുഴയിൽ കഴിഞ്ഞ 3 ദിവസമായിട്ട് നേവിയുടെ സ്കൂബ ഡൈവിംഗ് ടീം അവിടെ പരതുന്നുണ്ട്. ഇങ്ങനെ ഒരു ലോറി അവിടെ വീണ് കഴിഞ്ഞാൽ അവർക്ക് കണ്ടുപിടിക്കാൻ വരെ സാറ്റലൈറ്റിന്റെ സംവിധാനത്തിൽ ഒരു നാണയം കിടന്ന അതിന്റെ നിർമ്മാണ ഡേറ്റ് വരെ കണ്ടുപിടിക്കാൻ സംവിധാനമുള്ള ഈ ഭൂമിയിൽ ഒരു നേവിക്ക് ഇത് ഇങ്ങനെ ഒരു ലോറി അവിടെ കിടന്ന് കണ്ടുപിടിക്കത്തില്ലേ? വളരെ വ്യക്തമാണ്. നേരത്തെ പറഞ്ഞു സുഭാഷ് എന്ന് പറയുന്ന ലോറി ജീവനക്കാരന് ദിക്സാക്ഷിയാണ്. അയാളുടെ വെളിപ്പെടുത്തൽ ഇപ്പം പുറത്തു വന്നിട്ടുണ്ട്. അയാൾ പറഞ്ഞു. ശരിയാണ്. ശ്രീ ഒരു മിനിറ്റ് തുടരുക. ഞാൻ ആ വിഷയത്തിൽ ശ്രീ കിഷോറിന്റെ കൂടി ഒരു അഭിപ്രായം എടുത്തോട്ടെ. ശ്രീ കിഷോർ, ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായി ലോറി ലൊക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അർജുന്റെ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ദൃക്സാക്ഷി മൊഴികളൊക്കെ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. അത് ചിലപ്പോൾ ആ സർക്കാർ സംവിധാനവും പോലീസും ഒക്കെ ആ നിലയിൽ ഗൗരവത്തിൽ എടുത്തിട്ടുണ്ടാകുമെന്ന് നമ്മൾ കരുതുകയാണ്. പക്ഷേ എങ്കിൽ പോലും അതിലേക്കൊന്നും കൃത്യമായി എത്തിച്ചേരാൻ സാധിക്കുന്നില്ല. അല്പം മുമ്പ്
സംസാരിച്ചപ്പോൾ അങ്ങ് പറഞ്ഞു ഈ സർക്കാർ എന്തൊക്കെയോ ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത്. ഇന്നലെ കേരളത്തിൽ നിന്ന് പോയ ഈ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന ദൗത്യ സംഘാംഗത്തെ കടത്തിവിടാൻ പോലും അവർ മടിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെ ഇതിന്റെ ഭാഗമാണ് എന്നാണോ സംശയിക്കുന്നത്? അങ്ങനെയെങ്കിൽ എന്താണ് ഒളിച്ചു വെക്കാനുള്ളത്? കേരളത്തിലെ ജനങ്ങളോ അർജുന്റെ കുടുംബമോ ഈ മാധ്യമങ്ങളോ ഒക്കെ അറിയരുത് എന്ന് ആഗ്രഹിക്കുന്ന എന്താണ് അതിനുള്ളിൽ നടക്കുന്നത് എന്നുള്ളതാണ് അർജുനോട് ചേർന്ന് നിൽക്കുന്നവർ എന്ന നിലയിൽ തോന്നുന്നത്. ഞങ്ങൾക്ക് തോന്നുന്നത് അർജുൻ്റെ മാത്രമല്ല, അതിനടിയിൽ മറ്റു പലരും ഉണ്ട് എന്നാണല്ലോ പറയുന്നത്. ഗവൺമെൻറ്റിന് വന്നിട്ടുള്ള വീഴ്ച അത് നാടറിയരുത് എന്ന നിർബന്ധം അവർക്കുണ്ടെന്നാണ് തോന്നുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കറിയാലോ മാധ്യമങ്ങളെടുത്ത സമീപനം. അവിടെ രഞ്ജിത്ത് കടന്നു ചെല്ലുമ്പോൾ തടഞ്ഞിട്ടുള്ള അനുഭവം, ലോറി ഡ്രൈവറെ കയ്യേറ്റം ചെയ്ത സ്ഥിതി, പോലീസ് സൂപ്രണ്ടിൻ്റെ നിലപാട് എല്ലാം വെച്ച് പരിശോധിച്ചാൽ ആ ഗവൺമെൻറ് സ്വാഭാവികമായും ഒരു സർക്കാർ എന്ന നിലക്ക് ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്വത്തിൽ നടന്ന് പുറകോട്ട് പോയിരിക്കുന്നു. ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ നമുക്ക് സാധ്യമായിട്ടില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, നമ്മളിതിനെല്ലാം തന്നെ വെച്ച് പരിശോധിക്കുന്നത് എന്ത് അളവ് പോലും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു വിഷയത്തോട് നമ്മുടെ സർക്കാർ, നമ്മുടെ ജനങ്ങളെല്ലാം തന്നെ എടുക്കുന്ന സമീപനമുണ്ടല്ലോ കൂട്ടായിട്ട്. ആ ഒരു സമീപനം അവിടെ ഉണ്ടാകുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് അതേപോലെ തന്നെ ഒരു കോർഡിനേഷൻ. ആരാണ് ഈ എല്ലാ പ്രവർത്തനങ്ങളെയും കോർഡിനേറ്റ് ചെയ്യുന്നത്? നേരത്തെ ആ MLA പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ പരിചയക്കുറവുണ്ടെങ്കിൽ പരിചയസമ്പന്നരായിട്ടുള്ള ആളുകളെ കണ്ടെത്തണ്ടേ? നമുക്കെല്ലാ സംവിധാനങ്ങളും ഉണ്ടല്ലോ, ആ സംവിധാനങ്ങൾ പൂർണ്ണമായിട്ട് ഉപയോഗിക്കണ്ടേ? അവിടെ ഉണ്ടാവുന്ന ഗവൺമെൻറ് കരസേനയുടെ സഹായം ആവശ്യമുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെടണ്ടേ? ഒരാൾ രക്ഷപ്പെടുത്താനുണ്ടാവും ശ്രമങ്ങൾ നടത്തേണ്ടുന്നത്. അവർക്ക് വീഴ്ച പറ്റി 16-ാം തീയതി വന്നിട്ടുള്ള ഒരു സംഭവത്തെ തുടർന്ന് 17-ാം തീയതി രാവിലെ ലഭ്യമായിട്ടുള്ള പരാതി, ആ പരാതി പരിഗണിക്കപ്പെടുന്നില്ല. 19-ാം തീയതിക്ക് ശേഷം, വളരെ കൃത്യമായി പറഞ്ഞാൽ 20-ാം തീയതി ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷമാണ് ശരിയായ ദിശയിലുള്ള അന്വേഷണം നടന്നത് എന്നാണ് രഞ്ജിത്ത് പറയുന്നത്. എത്ര ദിവസം പറ്റിയിട്ടു? 4 ദിവസങ്ങൾക്ക് ശേഷം. 4 ദിവസത്തിനകം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് പറഞ്ഞല്ലോ. 2 മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് കുറേശ്ശെ മണ്ണ് നീക്കുക. ആ മണ്ണ് നീക്കുന്നത് ഈ മണ്ണിനടിയിൽപ്പെട്ടവരെ രക്ഷപ്പെടുത്താനല്ല, പകരം ആ വഴി ഗതാഗത യോഗ്യമാക്കാൻ ആവശ്യമായിട്ടുള്ളത്. അത് ഈ ഇൻസിഡൻറ്റിൻ്റെ ഭാഗമായിട്ട് വാഹനങ്ങൾ കടന്നു വരാനുമല്ല, അതുവഴിക്ക് മറ്റു വാഹനങ്ങൾ കടന്നു പോകാൻ തങ്ങളുടെ നാഷണൽ ഹൈവേയിൽ ഉണ്ടാവുന്ന ആ റോഡ് കൃത്യമായി വൃത്തിയാക്കുക എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു വലിയ ദുരന്തം സംഭവിച്ചിരിക്കുന്നു. ആ ദുരന്തത്തിൻ്റെ അടിപ്പെട്ട ആളുകളെ സംരക്ഷിക്കുകയോ അവർ രക്ഷപ്പെടുത്തുകയോ ചെയ്യേണ്ടത് ഞങ്ങളുടെ ബാധ്യതയാണ് എന്ന നിലപാടിലേക്ക് പോകാൻ ഗവൺമെൻറ് സാധ്യമായില്ല. അങ്ങനെ സാധ്യമായില്ല എന്നുള്ളത് ജനങ്ങൾക്കിടയിലേക്ക് ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വളരെ ബോധപൂർവം അതിനകത്തേക്ക് വന്നു ചേരുന്ന മാധ്യമങ്ങളെ തടയുക, അവിടേക്ക് രക്ഷപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിക്കുമെന്ന് പറഞ്ഞു വരുന്ന ഈ ആളുകളെ തടയുക, എല്ലാ സമീപനവും അങ്ങനെയാണ് സ്വീകരിക്കുന്നത്. നമുക്കെന്ത് ചെയ്യാനാവും? ആ ഗവൺമെൻറ് അല്ലേ ഇതെല്ലാം ചെയ്യേണ്ടത്. നമുക്ക് കേരളത്തിനകത്ത് ഗവൺമെൻറ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുമായി ബന്ധപ്പെടുന്നു, അദ്ദേഹത്തിന് കത്തയക്കുന്നു, ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുന്നു, അദ്ദേഹം അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരുമായും അവിടുത്തെ ഭരണകർത്താക്കളുമായി ബന്ധപ്പെടുന്നു, ചീഫ് സെക്രട്ടറിയുമായി ബന്ധപ്പെടുന്നു, ഗണേഷ് കുമാറും റവന്യൂ മന്ത്രി ഉൾപ്പെടെ ഉണ്ടാവുന്ന ഈ ആളുകൾ അവിടുത്തെ മന്ത്രിമാരുമായി ബന്ധപ്പെടുന്നു. ഇതിനപ്പുറത്തേക്ക് ഒരു സ്വാഭാവികമായും ഒരു സംസ്ഥാന സർക്കാർ മറ്റൊരു സംസ്ഥാന സർക്കാർ ഇങ്ങനെയെല്ലാം ഇടപെടുമ്പോൾ അതിൻ്റെ ഗൗരവത്തിനനുസരിച്ച് കൊണ്ട് ആ വിഷയത്തിലെടുത്ത് ഇടപെടാൻ അവർ തയ്യാറാകണ്ടേ? അവരെന്താ ചോദിക്കുന്നത്? ആരാണ് ഇത്രത്തോളം ഇൻഫ്ലുവൻസ് ഉള്ള ആൾ? ഈ ഡ്രൈവറാണോ അതോ വാഹന ഉടമയാണോ? നിങ്ങളവിടെ മുഖ്യമന്ത്രി ഇടപെടുന്നു, മറ്റു മന്ത്രിമാർ ഇടപെടുന്നു, അവരെല്ലാം ഇങ്ങനെ ഇടപെടാനുള്ള കാരണം എന്താണ്? ഇയാൾക്ക് അത്രത്തോളം ശേഷിയുണ്ടോ? ഇവരെല്ലാം തന്നെ ആയിട്ട് ബന്ധമുണ്ടോ എന്നല്ല ചോദിക്കുന്നത്. ഒരു സാധാരണ മനുഷ്യരെ, ഒരു അധ്വാനിക്കുന്ന മനുഷ്യരെ, ആ ചെറുപ്പക്കാരൻ. കിഷോർ ദയവായി തുടരുക, ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ ശ്രീ മനാഫ് ഈ ലോറിയുടെ ഉടമ കൂടി ചേരുകയാണ്. മനാഫ് ദിവസങ്ങളായി ആ ദൗത്യത്തിനൊപ്പം അർജുന് വേണ്ടി കാത്ത് ആ ദുരന്ത ഭൂമിയിലുണ്ട്. മനാഫ്, ഇന്നത്തെ തെരച്ചിലും പൂർത്തിയാകുന്നു എന്നുള്ള വാർത്തകൾ തേങ്ങലോടുകൂടിയാണ് വാസ്തവത്തിൽ പുറത്തുനിന്ന് ഞങ്ങളൊക്കെ കേൾക്കുന്നത്. എന്താണ് മനാഫ് അവിടുത്തെ അവസ്ഥ? ഇനിയും വിശ്വസിച്ച് നമ്മളിങ്ങനെ നിൽക്കുകയാണ് അവിടുത്തെ സംവിധാനങ്ങളെ? ഇന്നിപ്പം കാര്യം മനാഫ് അല്ല, ഇത് മനാഫിന്റെ ബ്രദറാണ്. ഒരു മിനിറ്റ്, മനാഫ് വന്നിട്ടുണ്ട്, കൊടുക്കാം. കൈരളി ന്യൂസ് എന്നാണ്. ഹലോ മനാഫ്, കേൾക്കാൻ സാധിക്കുന്നുണ്ടോ?
കേൾക്കാൻ സാധിക്കുന്നുണ്ട്. മനാഫ് ഒന്ന് പറഞ്ഞോളൂ. ഞാൻ ചോദിക്കുകയായിരുന്നു, ഇന്നത്തെയും തെരച്ചിൽ ഇന്നലെയൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥർ ഡ്യൂട്ടിക്ക് വരുന്നത് പോലെ കൃത്യ ടൈം ടേബിൾ വെച്ചാണ് തെരച്ചിലിന് വേണ്ടി വരുന്നത്. ഇന്നും 7 മണിയായപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നു, നാളെ തുടരുമെന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് ഇനിയും വിശ്വാസത്തിൽ എടുക്കേണ്ടത് ഇവരെയൊക്കെ? ആക്ച്വലി ഇത് നമുക്കിത് അവരില്ലാതെ നിൽക്കണതാണ് ഏറ്റവും നല്ലത്. ഹലോ, പറഞ്ഞോളൂ മനാഫ്, കേൾക്കുന്നുണ്ട്. ഇത് ഞങ്ങൾക്ക് മലയാളികൾക്ക് മാത്രം വിട്ടുതരുന്നതാണ് ഏറ്റവും നല്ലത്. ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മുതൽ മൊത്തം കേരളത്തിൽ നിന്ന് വന്ന ആളുകൾ ആണ് ഈ റെസ്ക്യൂ ഒക്കെ ചെയ്തത്. അതിനുവേണ്ടി പണികൾ നടന്നിക്കണ്. ഹലോ, കേൾക്കുന്നുണ്ട് മനാഫ്. മനാഫിന്റെ ശബ്ദം കേൾക്കാനായി ഞാൻ മൗനം പാലിക്കുകയാണ്. മനാഫ്, ഇപ്പോൾ പറയുന്ന തരത്തിൽ ഈ രക്ഷാദൌത്യത്തിന്റെ ഒരു ചുമതലയുണ്ടല്ലോ, അത് പൂർണ്ണമായും നമ്മൾ മലയാളികളുടെ കയ്യിലേക്ക് തരാൻ അധികൃതർ തയ്യാറാകുന്നുണ്ടോ മനാഫ്? ഇപ്പൊ എന്താ അറിയില്ല, മുഖ്യമന്ത്രി വന്നപ്പോ മുഖ്യമന്ത്രിന്റെ പിന്നാലെ ഇവരെല്ലാരും പോയപ്പോ ഗ്രൗണ്ട് കാലിയായി കിട്ടീന്. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല പണിയെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഇന്നത്തെ പണി ആണ് കുറച്ച് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത്. അത് മാത്രല്ല, ഞങ്ങൾക്കും അവിടെ കൃത്യമായിട്ട് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ മറ്റ് രക്ഷാപ്രവർത്തകരായ നമ്മൾ കൊണ്ടുവന്ന ആളുകൾ എല്ലാവരും, അതേമാതിരി മിലിറ്ററിന്റെ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും കൃത്യമായി കേട്ട് അത് അംഗീകരിച്ച് മുന്നോട്ടേക്ക് പോയി. മനാഫ്, അതായത് ഈ മുഖ്യമന്ത്രി വന്നു പോയതിന് പിന്നാലെ അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരൊക്കെയും കളം വിട്ടു എന്നതാണോ മനാഫ് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്? അതെ, എല്ലാവരും പോയി. പിന്നീട് അവിടെ വൈകുന്നേരം ഒക്കെ ഉണ്ടായിരുന്നത് നമ്മൾ മലയാളികളും ഒപ്പം തന്നെ സൈന്യത്തിന്റെ സേവനം എങ്ങനെ ഉപയോഗിക്കാനാകുന്നു? സൈന്യം ഓരോ കയ്യിൽ ഒരു എക്യുപ്മെന്റ്സ് ഇപ്പൊ ഇല്ല. നാളെ ഒരു ബൈ എയർ ഗോവയിലേക്ക് എന്തൊക്കെ എക്യുപ്മെന്റ്സ് എത്തിക്കുന്നുണ്ട്. അത് ബൈ റോഡ് ഗോവയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് രാവിലെ തന്നെ എത്തിക്കാനുള്ള പരിപാടി ഇപ്പോഴുള്ള ഉദ്യോഗസ്ഥനും നല്ല ഒരു സഹകരണം, നല്ലൊരാളാണ്. പിന്നെ അതേമാതിരി തന്നെ ഈ NDRF ഉണ്ട്, നാഷണൽ ഡിസാസ്റ്റർ, അതിന്റെ ഹെഡും ഉഷാറാണ് ഇപ്പൊ. മനാഫ്, ഇന്ന് വൈകുന്നേരം അവിടുത്തെ റവന്യൂ മന്ത്രിയൊക്കെ റോഡിലെ മണ്ണ് നീക്കം ചെയ്തു 98% എന്ന് പറയുമ്പോൾ പുറത്തുനിന്ന് കേട്ട നമ്മൾ ആദ്യം പ്രതീക്ഷിക്കുന്നത് ഈ തെരച്ചിൽ നടത്തേണ്ടിയിരുന്ന സ്ഥലങ്ങളിലൊക്കെ മണ്ണ് നീക്കിയെന്നാണ്. പിന്നെയാണ് മനസ്സിലാകുന്നത് റോഡിലെ മണ്ണിനെ കുറിച്ചാണ് പറയുന്നതെന്ന്. അർജുന്റെ വാഹനമുണ്ട് എന്ന് കരുതുന്ന ആ വളവ് അല്ലെങ്കിൽ ഈ വാഹനങ്ങൾ നിർത്തിയിട്ടിരുന്ന സ്ഥലം, അവിടുത്തെ മണ്ണ് നീക്കിയിട്ടുണ്ടോ? അതെ, സ്റ്റാർട്ടിങ് മുതൽ തന്നെ റോഡിലെ മണ്ണ് തന്നെയാണ് ഓരോ ഉദ്ദേശിക്കുന്നത്. പറഞ്ഞൊക്കെ കറക്റ്റ് തന്നെയാണ്. ഓരോ ഉദ്ദേശം ആ റോഡിലെ മണ്ണ് മാറ്റുക, ഗതാഗതം യോഗ്യമാക്കുക, ബാക്കി പരിപാടിയൊക്കെ അവിടെ അവസാനിപ്പിക്കാന്ന് ഉദ്ദേശിച്ചത്. അത് മലയാളികൾ സമ്മതിച്ചില്ല. അതാ ഇപ്പൊ പ്രശ്നമായത്. ഇന്നിപ്പോൾ പുഴയിലേക്ക് തെരച്ചിൽ വീണ്ടും കേന്ദ്രീകരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സംഭവം നടക്കുന്ന ദിവസം അവിടെ ഉണ്ടായിരുന്ന മറ്റു ചില ലോറി ഡ്രൈവർമാരൊക്കെ പറയുന്നുണ്ട് അത് പുഴയിലേക്ക് വീണു പോകാനുള്ള സാധ്യത ഒരു തരത്തിലും ഇല്ല എന്ന്. ഇപ്പോൾ പറഞ്ഞോളൂ മനാഫ്, അത് എന്തുകൊണ്ടാണ് അങ്ങനെ കരുതുന്നത്? ആ ഭൂപ്രദേശത്തിന് ഒരു ഘടനയൊക്കെ വെച്ചിട്ടാണോ? അതെ, അത് അതിന് വലിയൊരു എഞ്ചിനീയറിംഗ് ഒന്നും ആവശ്യമില്ല. അവിടെ പുഴയിലേക്ക് ഒരിക്കലും ഈ നമ്മളെ വണ്ടി പോവില്ല. പോയിട്ടുണ്ടെങ്കിലും നമ്മൾ സ്വന്തം എല്ലാ ഗ്രാമത്തിലും പോയി നോക്കിയത്. ഈ ഇത് അഥവാ പുഴയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ മരം മൊത്തം അടിച്ചു തെറിച്ചിട്ടേ പോവുള്ളൂ. ഹലോ, ഇത് ആ പരിസരത്ത് എവിടെ പോലും ഒരു കഷ്ണം മരമില്ല. നമ്മളെ മരം പ്രത്യേകം മനസ്സിലാവും. കർണാടക ഗവൺമെന്റ് ഫോറസ്റ്റ് ഡിപ്പോ മരങ്ങളാണ്. അത് പെട്ടെന്ന് മനസ്സിലാവും. അതായത് കാട്ടുകൂടി ഒഴുകി വരുന്ന മരവും ഫോറസ്റ്റ് ഡിപ്പോ എടുക്കുന്ന മരവും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. അല്ല, ഒരിക്കലും ഇത് പുഴയിലേക്ക് എത്തിയിട്ടില്ല. ശരി മനാഫ്, ഇനിയിപ്പോൾ എവിടം കേന്ദ്രീകരിച്ചാണ് മനാഫ്? ആ സ്ഥലത്തിന്റെ ഭൂഘടനയെ കുറിച്ച് എനിക്ക് ഈ മാധ്യമങ്ങളിൽ കണ്ട അറിവ് മാത്രമേ ഉള്ളൂ. ഈ വണ്ടി നിർത്തിയിട്ടിരിക്കുന്നുണ്ട് എന്ന് പറയുന്ന സ്ഥലത്താണോ ഇനിയിപ്പോൾ നമ്മൾ മലയാളികളുടെ രക്ഷാദൌത്യ സംഘം തെരച്ചിൽ നടത്തുന്നത്? മണ്ണ് നീക്കാൻ ഇപ്പൊ നമ്മളെ കൈ കിട്ടിയപ്പോ നമ്മൾ അതിനെ എന്താക്കി, മിലിറ്ററിനോട് പറഞ്ഞ് ഒരു സൈഡ് മിലിറ്ററി ആളുകളും ഒരു സൈഡ് നാഷണൽ ഡിസാസ്റ്റർ ടീമും അതിലേക്ക്
എല്ലാരും നമ്മളെ മലയാളികളും എല്ലാരും കോർഡിനേറ്റ് ചെയ്ത് നമ്മൾ തന്നെ ഇതിപ്പോ മുന്നോട്ട് കൊണ്ടുപോവുക. രാത്രി ആയതിനു ശേഷം ആ പ്രദേശത്ത് തങ്ങാൻ അനുവദിക്കുന്നുണ്ടോ? ഇല്ല അവിടെ ഓടിക്കാം. മനാഫ് അവിടെ ഇപ്പോൾ മനാഫുണ്ട്, മനാഫിന്റെ അനുജനുണ്ട്, അർജുന്റെ സഹോദരനുണ്ട്. നമ്മൾ മലയാളത്തിലെ ചില സിനിമകളിലൊക്കെ കാണുന്നത് പോലെ പ്രിയപ്പെട്ടവനെ കാത്തിങ്ങനെ നിങ്ങളുടെ എല്ലാ യാതനകളും ആ നിലയിൽ ഉൾക്കൊള്ളുകയാണ് മനാഫ്. അതുകൊണ്ട് തന്നെ ചോദിക്കുന്നു, നിങ്ങളുടെ ഭക്ഷണം, നിങ്ങളുടെ ഉറക്കം, ഇതൊക്കെ എങ്ങനെയാണ് മനാഫ്? 6 ദിവസമായില്ലേ? നല്ല പനിയാണ്. നമ്മളെ കൂടെ വന്ന എല്ലാവർക്കും, എനിക്കടക്കം 2 ദിവസമായി പനി, സുഖമില്ല. സൗണ്ട് തന്നെ കേട്ടാൽ മനസ്സിലാവും. പിന്നെ ഇവിടെ താമസമൊന്നുമില്ല. ഹലോ, ഇത്ര 150 മലയാളികളോളം ഇവിടെ ഉണ്ട്. ഭക്ഷണമില്ല. ഇന്നൊക്കെ നമ്മളെ ഈ രക്ഷാദൗത്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകള് കഴിച്ചത് കണ്ടിട്ട് സങ്കടം തോന്നുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഒറ്റക്ക് ഒരിക്കലും ഈ 150 ആൾക്കാര് എനിക്ക് ഭക്ഷണം കൊടുത്ത് കൊണ്ടുനടക്കാൻ കഴിയൂല. ഞാൻ ഇന്ന് കർണാടക ഉള്ള ആളുകളെ, അത് ചെറുപ്പക്കാരായ കുറച്ച് ആൾക്കാർ ഇന്നലെ കർണാടക ചാനലുകളിൽ ഇതിന്റെ ഒരു ഇത് വന്നിനു. അതിനുശേഷം ഇന്ന് ഉച്ച മുതൽ കർണാടകയിലുള്ള പല ഭാഗത്തുള്ള യുവാക്കളൊക്കെ ഇപ്പൊ ഇറങ്ങി വന്ന് അവര് നിർബന്ധിച്ചിട്ട് ഞാൻ ഇന്ന് ഒരു ഫേസ്ബുക്കിലും, കാരണം കർണാടക മീഡിയയിലൊന്നും നമ്മളെ പറ്റി കൂടുതൽ കാര്യങ്ങൾ വരുന്നില്ല. അപ്പൊ അവരെന്നെ സ്വയം മുന്നോട്ടിറങ്ങി വീഡിയോ എടുത്ത് നിന്നെ കൊണ്ട് പറയിപ്പിച്ചിരിക്കണ് യുവാക്കളൊക്കെ ഇറങ്ങണം എന്നുള്ളത്. നോക്കാൻ നാളെ അത് എവിടെ വരെ എത്തുന്നുള്ളത്. ആളുകൾ ആരുമില്ല. അവരെന്നെ പറയുന്നുണ്ട്, കർണാടകയിൽ നിന്നിട്ട് ഞങ്ങൾക്ക് തന്നെ നാണക്കേടാവണ്. ഈ വന്ന ആളുകൾക്ക് ഒരു ഭക്ഷണം വരെ ഞമ്മക്കാർക്കും കൊടുക്കാൻ കഴിയില്ല. ഒരു ഭക്ഷണം പോട്ടെ മാം, അവിടെ തൊട്ടടുത്ത് ഒരു ബക്കറ്റ് വെള്ളം കുടിക്കാൻ വെച്ചിരുന്നെങ്കിൽ അതുപോലും ഇല്ല. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം. ഞാൻ, എന്റെ ബ്രദേഴ്സ് എല്ലാരും ഒരു ഭാഗത്ത് ഈ ആളുകളൊക്കെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്ടോട് ഓട്ട. ഒരു ഭാഗത്ത് ഭക്ഷണം എങ്ങനെയെങ്കിലും എത്തിക്കണം, ഒരു ഭാഗത്ത് ഇവരെ തമ്മിൽ ഒരു കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകണം. പല പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ. ഇപ്പോൾ കേരളത്തിൽ നിന്നും ആരെങ്കിലും ഒക്കെ, നമ്മുടെ ഒരുപാട് സന്നദ്ധ സംഘടനകളും ഈ രാഷ്ട്രീയ സംഘടനകളും ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ ആരെങ്കിലും അവിടെ വരികയാണെങ്കിൽ, സഹായിക്കാനായിട്ടും ഭക്ഷണവുമായിട്ടൊക്കെ വരികയാണെങ്കിൽ അവരെ കടത്തിവിടാനോ സ്വീകരിക്കാനുള്ള സംവിധാനം അവിടെ ഉണ്ടോ മനാഫ്? ഒരുപാട് പേര് ഇപ്പോൾ ചർച്ച കാണുന്നുണ്ട്. അതൊക്കെ ഇപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഈ മീഡിയാസ് ഞങ്ങളെ കൂടെ ഉണ്ടെങ്കിൽ ഇതൊന്നും ഒരു പ്രശ്നമില്ല. ഞാൻ ഇതിന്റെ മുമ്പേ ജീവിതത്തിൽ ഞാൻ ഇങ്ങനത്തെ ഒരു ചാനലിൽ വന്ന് സംസാരിച്ചിട്ടില്ല. ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ചാനലിൽ സംസാരിക്കുന്നത്. ഇന്ന് ഞാൻ കോൺഫിഡന്റോട് പറയാൻ പറ്റും, ഈ മീഡിയന്റെ പവർ 1.5 പവറാണ്. ആ പവർ കൊണ്ട് എവിടോ കിടന്ന ഇവിടുത്തെ മുഖ്യമന്ത്രി, കർണാടകന്റെ മുഖ്യമന്ത്രി ഇന്ന് ചളിയിൽ ചവിട്ടി വന്നിട്ട് ഈ ഗ്രൗണ്ടിലേക്ക് എത്തിച്ചത് ഞങ്ങൾ, ഈ മീഡിയ, അതേമാതിരി കേരളത്തിലെ ജനങ്ങളാണ് ഇവിടേക്ക് എത്തിച്ചത്. അതിന്റെ പവർ എന്താണെന്ന് ജീവിതത്തിൽ ആദ്യമായിട്ട് ഇപ്പം മനസ്സിലായി. പക്ഷെ ഈ മീഡിയ ഉള്ള ദിവസം വരെ ഈ തെരച്ചിലുണ്ടാവും. കഴിഞ്ഞ ഇതൊക്കെ നിൽക്കും. തെരച്ചിൽ അവസാനിപ്പിക്കുമോ എന്നൊരു ആശങ്ക ഇപ്പോൾ ഉണ്ടോ മനാഫ്? ഇന്നത്തെ ചില പ്രതികരണങ്ങൾ അങ്ങനെയും കാണുന്നു. എന്റെ ഉള്ളിലുള്ള പേടി അതാണ്. ഇവരിത് എങ്ങനെങ്കിലും തെരച്ചിൽ അവസാനിപ്പിച്ച് പരിപാടിയിൽ ഇത് മറ്റേ പുഴയിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ട് നിർത്താനുള്ള പരിപാടിയാണ്. കാരണം അവർക്ക് ചിലപ്പോ ചെലവുണ്ടാവും. ഞാൻ ഈ ഇതിലൂടെ ഒരു കാര്യം കൂടി പറഞ്ഞു. ഇന്ന് ദേഷ്യം വന്നിട്ട് ഞാൻ പറഞ്ഞു, നമ്മൾ കേരളത്തിലുള്ള ആൾക്കാർ 3 ദിവസം കൊണ്ട് 40 കോടി റുപ്യ ഇതുവരെ ഒരു പരിചയമില്ലാത്ത ഒരു ചങ്ങായിക്കും വേണ്ടിയിട്ട് ഞങ്ങള് പിരിച്ച് സൗദി അറേബ്യയിലേക്ക് കൊടുത്തയച്ച ആൾക്കാരാണ്. ഇനി ഈ മൊത്തം കാണുന്ന ചെലവ്, നിങ്ങൾക്ക് എത്രയാണോ ചെലവ് വരുന്നത്, ആ ചെലവ് 2 ദിവസം കൊണ്ട് കേരളത്തിലുള്ള സകല ജനങ്ങളും കൂടിയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി തരും. ഇത് പറയേണ്ടി വന്നു. കാരണം എന്ന് പറഞ്ഞാൽ ആവശ്യത്തിനുള്ള ഈ JCB ഇല്ല, ആവശ്യത്തിനുള്ള വണ്ടി ഇല്ല. ഞങ്ങളെ ഈ അവസ്ഥ കണ്ടിട്ട് കേരളത്തിലെ പല ഭാഗത്തുനിന്ന് JCB ഡ്രൈവർ, ലോറി ഡ്രൈവർമാർ, എല്ലാത്തിനും ആൾക്കാരുണ്ട്. എക്യുപ്മെന്റ്സ് ഞങ്ങളെ കയ്യിലില്ല. ആ എക്യുപ്മെന്റ്സും കൂടി തന്നു കഴിഞ്ഞാല് നിങ്ങളെ പാടായി എന്ന് പറഞ്ഞിട്ട് ഒരു വിട്ടെന്നാ മതി.
എന്നാ ഇത് ഈ പരിപാടി നേരത്തെ കഴിയേന്. ഇതിങ്ങനെ നീണ്ടുപോവാണെങ്കിൽ നാളെയും കിട്ടുമെന്ന് വരെ പ്രതീക്ഷയില്ല. ഓരോരുത്തരെ എന്താ പറയാ ശാരീരിക അവസ്ഥ വളരെ മോശമായി പോവാണ്. നമ്മളത് മാത്രമല്ല, ഇവിടെ നിൽക്കണ മീഡിയ ആളുകൾ വരെ സുഖമില്ലാതായി പോവാണ്. അങ്ങനത്തെ ഒരു കാലാവസ്ഥ ഉള്ള സ്ഥലത്താണ് ഈ വണ്ടി വന്നിട്ട് കുടുങ്ങിപ്പോയത്. ഇവരതൊക്കെ എന്തൊക്കെയോ ആയിക്കണ്. ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. തീർച്ചയായും അതൊക്കെയും മനസ്സിലാക്കുന്നു മനാഫ്. ഇതിന് ഒന്നാമത് എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഓരോ ദിവസവും രാവിലെ ഇറങ്ങുമ്പോ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കഴിച്ചിലാവും വിചാരിച്ച് നിൽക്കണേ. രാത്രി ആകുമ്പോഴത്തേക്ക് ആകെ മൂഡ് ഓഫ് ആയി പോവാണ്. നമ്മളെ മാത്രം ബുദ്ധിമുട്ടായിട്ട് മാത്രം തോന്നില്ല, ഇത് ഞമ്മക്ക് വേണ്ടി ബുദ്ധിമുട്ട് വന്ന ആളുകൾ, അതിൽ ഇൻക്ലൂഡിങ് മീഡിയാസ്, അവരൊക്കെ ടയേർഡായി പോവാണ്. ഇവൻ കിട്ടില്ലോ എന്ന് വിചാരിച്ചിട്ട്. ശരിയാണ് മനാഫ്, വളരെ വ്യക്തമാണ്. അങ്ങയുടെ എല്ലാ ഹൃദയവികാരങ്ങളും മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ ഹൃദയം കൊണ്ട് മനാഫിനെ പോലുള്ള നിരവധി ആളുകളെ കേരളം ഈ സമയത്ത് ചേർത്ത് പിടിക്കുക കൂടി ചെയ്യുകയാണ്. മനാഫ് പറഞ്ഞതിൽ കൂടുതൽ അതിലൊന്നും പറയാനില്ല. പക്ഷേ മനാഫ് മറ്റൊരു കാര്യം പറഞ്ഞത് പ്രധാനമാണ്. ഇങ്ങനെയൊക്കെയുള്ള എല്ലാ സന്ദർഭങ്ങളിലും എല്ലാം മറന്ന് ഭക്ഷണവും വെള്ളവും രക്ഷാപ്രവർത്തനവും ഒക്കെയായി ഇറങ്ങി പുറപ്പെട്ട ഒരുപാട് മലയാളികൾ, യുവാക്കളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അവരോടൊരു ആഹ്വാനം കൂടിയാണിത്. കഴിയുമെങ്കിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ ആ മേഖലയിലേക്ക് ഇപ്പോൾ അവിടേക്ക് പ്രവേശിക്കാനുള്ള അനുവാദമുണ്ട്, അതിന് സാധിക്കുന്നുണ്ടെന്ന് മനാഫ് പറയുന്നുണ്ട്. ചുരുങ്ങിയ പക്ഷം ഭക്ഷണമെങ്കിലും അവിടെ എത്തിക്കാനുള്ള സംവിധാനം നമ്മളെ കൊണ്ടാകുന്ന തരത്തിൽ, ഒരുപക്ഷെ 200-300 കിലോമീറ്ററുകൾക്ക് അപ്പുറമാണ്. പക്ഷേ എങ്കിൽ പോലും അത് ഇപ്പോഴവിടെയുള്ള എല്ലാ മനുഷ്യർക്കും വലിയ ആശ്വാസമാകും എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. മനാഫിൻ്റെ വാക്കുകൾക്കപ്പുറം ഇനി ഈ വിഷയത്തിൽ മറ്റൊന്നും പറയാനില്ലാത്തത് കൊണ്ട് ശ്രീ റെജി ലൂക്കോസ്, ഒപ്പം തന്നെ കിഷോർ, ഞാൻ അവസാനിപ്പിക്കുക കൂടി ചെയ്യുകയാണ്. മലയാളികളുടെ ഒരുമയെക്കുറിച്ച് മനാഫ് ആവർത്തിച്ച് വാതോരാതെ പറയുന്നുണ്ട്. ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകരുടെ കാര്യം പറയുന്നുണ്ട്. ഈ കെട്ടകാലത്തെ മാധ്യമപ്രവർത്തനത്തെക്കുറിച്ച് എല്ലാവരും വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴും ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും ഉദാത്തമായ ധർമ്മം അത് മാധ്യമപ്രവർത്തനമാണ്, അതൊരു സാമൂഹിക സേവനമാണ് എന്ന് വിശ്വസിച്ച് ഇറങ്ങി പുറപ്പെട്ട ഒരുപറ്റം ആളുകൾ ഇപ്പോഴും ഈ ജോലിയുടെ ഒപ്പം ഭാഗമായി ചേർന്ന് നിൽക്കുന്നുണ്ട്. അവർക്കും ഹൃദയത്തിൽ നിന്നൊരു കൂപ്പുകൈ കൊടുക്കുകയാണ്. കാരണം അത്രമേൽ ദുരിതം കഴിഞ്ഞ ദിവസങ്ങളിൽ അവരും അനുഭവിക്കുന്നുണ്ട്. മനാഫിനെ പോലുള്ള നിരവധി മനുഷ്യരും അനുഭവിക്കുന്നുണ്ട്. അവരുടെ ഒക്കെ ഹൃദയം കൊണ്ട് അവരുടെയൊക്കെ ഒപ്പം നമ്മൾ ഈ ദിവസങ്ങളിൽ ചേർന്ന് നിൽക്കുകയാണ്. ഒപ്പം അർജുൻ എന്ന കേരളത്തിൻ്റെ സഹോദരനെ നമ്മൾ കാത്തിരിക്കുക കൂടി ചെയ്യുകയാണ്. അതിനോടൊപ്പം തന്നെ ഈ കർണാടകത്തിലെ സർക്കാർ സംവിധാനങ്ങളോട് പറയാനുള്ളത് ഒരൊറ്റ വരിയാണ്: ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ, നിങ്ങൾ തന്നെ പിന്മുറക്കാർ എന്നും. വളരെ നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ ആളുകൾക്കും. ന്യൂസ് ആൻഡ് വ്യൂസ് പൂർണ്ണമാകുകയാണ്.